الحمد لله رب العالمين واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين. اما بعد. ബഹുമാന്യനായ സഹോദരൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മഹത്തരമായ പ്രതിഫലം നിശ്ചയിച്ചിട്ടുള്ള അമലുകളിൽ ഒന്നാണ് അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ ഇരിക്കുക എന്നത്. പ്രത്യേകിച്ച് ഒരു നിസ്കാരം, ഇശാ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ വേളയിൽ ധാരാളം ഇബാദത്തുകൾ ഒരാൾക്ക് ഒരു മസ്ജിദിൽ ഇരിക്കുമ്പോൾ നിയ്യത്തായി മനസ്സിൽ കരുതാൻ സാധിക്കും. ദീൻ പഠിക്കുക എന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിയ്യത്താണ്. അതുപോലെ തന്നെ ദീൻ പഠിക്കുന്നതിന് വേണ്ടിയുള്ള യാത്ര എന്നത് മറ്റൊരു നിയ്യത്താണ്. അതുപോലെ മുഅ്മിനീങ്ങളോടൊപ്പം ചേർന്നിരിക്കുക എന്നത് മറ്റൊരു ഇബാദത്താണ്. മറ്റൊരു നിസ്കാരം, അടുത്തൊരു നിസ്കാരം കാത്തുകൊണ്ട് പള്ളിയിലിരിക്കുക എന്നത് വേറെ ഒരു ഇബാദത്താണ്. ഇങ്ങനെ ഒരാൾക്ക് ഒരു മസ്ജിദിൽ ഈ സമയത്ത് ഇരിക്കുമ്പോൾ മനസ്സിൽ കരുതാവുന്ന അനേകം നിയ്യത്തുകളുണ്ട്. നമ്മുടെ നിയ്യത്തിന്റെ വലുപ്പം അനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവർത്തനത്തിനുള്ള പ്രതിഫലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോ മനുഷ്യർക്കും അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കുക അവരുടെ നിയ്യത്ത് അനുസരിച്ചുകൊണ്ടാണ്. ഓരോ ആൾക്കും അയാൾ എന്താണോ നിയ്യത്തായി കരുതിയത് അതാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളോട് ഇരിക്കുമ്പോൾ നമ്മുടെ നിയ്യത്ത് എത്ര വലുപ്പമുണ്ടോ, എത്ര വിശാലതയുള്ളതാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രതിഫലം. രണ്ടാളുകളും ഒരേ പണിയാണ് എടുക്കുന്നത്, പക്ഷേ രണ്ടാളുകളുടെ ഈ നിയ്യത്തിന്റെ വിശാലത അനുസരിച്ചായിരിക്കും പരലോകത്ത് അത് അവന് പ്രതിഫലം നൽകപ്പെടുമ്പോൾ വ്യത്യാസമുണ്ടായിരിക്കുക. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതൊരു അമലിൽ വന്നിരിക്കുമ്പോഴും അത് ആലോചിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഒരു പ്രത്യേകിച്ചൊരു വിഷയം എന്നതല്ല, മറിച്ച് നമ്മൾ ഓർക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഇവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ദീനിന്റെ വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട, നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ദീൻ പഠിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദീനിന്റെ അടയാളമായി നിശ്ചയിച്ച കാര്യമാണ് ദീനി വിജ്ഞാനം പഠിക്കുക എന്നത്. ഈ ദീനിന്റെ അടയാളം തന്നെയാണ്. നോക്കൂ, ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇഖ്റ, നബിയെ വായിക്കുക, ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കുക. ഈ ദീൻ ആരംഭിക്കുന്നത് അതിലാണ്, വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല, അന്ന് അവതരിച്ച 5 ആയത്തുകൾ, ഇസ്ലാമിൽ ആദ്യമായി അവതരിച്ച 5 ആയത്തുകളിൽ ഇൽമിലേക്കുള്ള, ദീൻ പഠിക്കുക എന്നതിലേക്കുള്ള സൂചനകൾ അത്രയധികമുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ, വീണ്ടും പറയാണ്, നബിയെ വായിക്കണം. വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ് റബ്ബ്. നമുക്ക് വീണ്ടും ഇൽമിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യന് അവൻ അറിവില്ലാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഈ 5 ആയത്തിൽ 3 ആയത്തിലും നേർക്ക് നേരെ ദീൻ പഠിക്കുക എന്നതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. 3 ആയത്തിൽ. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നുബുവത്ത് ലഭിച്ചതു മുതലുള്ള ഇസ്ലാമിന്റെ കാലഘട്ടം, ആ ഇസ്ലാമിന്റെ കാലഘട്ടത്തിന് നേർ വിപരീതമായ ഘട്ടം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ച കാലം, അതിനു മുൻപുള്ള കാലം, അതിനു മുൻപുള്ള കാലഘട്ടത്തെ ഇസ്ലാം വിശേഷിപ്പിച്ച, അതിന് നൽകിയ പേര് തന്നെ ജാഹിലിയ്യ.
നിങ്ങൾക്കറിയാം ജഹല് എന്ന് പറഞ്ഞാൽ എന്താ? അറിവ് എന്നതിന്റെ നേർ വിപരീതമാണ്. അറിവില്ലായ്മ എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇസ്ലാം അതിന്റെ നേർ വിപരീത ദിശയിലാണ് അറിവില്ലായ്മ നിൽക്കുന്നത്. നമ്മൾ ഒരു മുസ്ലിമാണോ ദീൻ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത് ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ദീൻ പഠിക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെ മേലും ഫർദാണ്, നിർബന്ധമാണ്. സുന്നത്തായ കാര്യം എന്നല്ല പറഞ്ഞത്. മുസ്ലിമാണോ പഠിച്ചിരിക്കണം. പഠിക്കാത്ത ഒരു മുസ്ലിം ഉണ്ടാകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാൻ പറയാൻ, അവിടുത്തോട് വരെ പറയും ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയെ അങ്ങ് പഠിക്കണം. ഫഅലം പഠിക്കണം. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളും ഇല്ലെന്നത് നബിയെ അങ്ങ് പഠിക്കണം. ഈ ആയത്ത് സൂറത്ത് മുഹമ്മദിൽ അവതരിച്ച ആയത്താണ്. സൂറത്ത് മുഹമ്മദ് മദനിയത്തായ സൂറത്താണ്. അതായത് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തു വന്നെത്തിയതിനു ശേഷമാണ് ഈ സൂറത്ത് അവതരിച്ചത്. 13 വർഷക്കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിലേക്ക് ക്ഷണിച്ച, അതിനുവേണ്ടി പല പ്രയാസങ്ങളും നേരിട്ട ഒരു നബിയോടാണ് അല്ലാഹു പറയുന്നത് എന്ത്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയെ അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിക്കണം. അപ്പൊ നോക്കൂ, നമ്മളോട് ഇത് എത്രമാത്രം പറയേണ്ടതുണ്ട്, നമ്മൾ ഇത് എത്രമാത്രം അറിയേണ്ടതുണ്ട്. ദീൻ പഠിക്കുക എന്നത് എത്ര എത്ര സ്ഥലങ്ങളിലാണ് ഖുർആനിൽ അല്ലാഹു കൽപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹാബിമാരുണ്ട്. സഹാബിമാർ പല ഘട്ടങ്ങളിൽ യുദ്ധത്തിനു വേണ്ടി പുറപ്പെടാറുണ്ട്. ഒരു കൂട്ടം ആളുകൾ യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട പരമാവധി ആളുകൾ ഈ സൈന്യത്തിൽ പങ്കെടുക്കണമെന്നായിരിക്കുമല്ലോ. കാരണം എത്ര ആള് കൂടുതലുണ്ടോ അത്രയും യുദ്ധത്തിൽ അത് സഹായകരമായി വർത്തിക്കുന്നതാണ്, ആള് കൂടുതലനുസരിച്ച്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിന്റെ ഘട്ടങ്ങൾ പറഞ്ഞപ്പോൾ വരെ അല്ലാഹു പറയണം ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം വലഅല്ലഹും യഹ്ദറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരിക്കലും മുഅ്മിനീങ്ങൾ അവരെല്ലാവരും ഒരുമിച്ച് യുദ്ധത്തിന് പോകാൻ പാടില്ല. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ ത്വായിഫ യതഫഖഹു ഫിദ്ദീൻ. അവരിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ യുദ്ധത്തിന് പോകുമ്പോൾ കുറച്ച് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുണ്ടായിരിക്കണം. യതഫഖഹു ഫിദ്ദീൻ. എന്തിനാണ് അവർ ഇരിക്കുന്നത്? ദീൻ പഠിക്കാൻ. നമുക്ക് ദീൻ പഠിക്കുന്ന എത്ര പ്രാധാന്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. യുദ്ധത്തിന് പോകണമെങ്കിൽ എല്ലാവരും കൂടി പോകരുത്, കുറച്ച് ആൾ ദീൻ പഠിക്കാൻ അവിടെ ഉണ്ടാവും യുദ്ധത്തിന് പോകുമ്പോൾ വരെ. അപ്പൊ ദീൻ പഠിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് മനസ്സിലാക്കി തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ, ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു എനിക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിന്റെ അടയാളമായി ഗണിക്കാറുള്ളത് പലപ്പോഴും നമ്മുടെ ബിസിനസ് നല്ലപോലെ നടന്നു പോകുന്നു, വീട്ടിലും കുടുംബത്തിലും ഒന്നും പ്രയാസമില്ല, രോഗങ്ങളില്ല, അസുഖങ്ങളില്ല, മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇതാണ് നമ്മൾ ഈ പലരും ഖൈറായി ഉദ്ദേശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ. എന്നാൽ അല്ലാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അതിന്റെ അടയാളം എന്താണ്? യുഫഖിഹുഹു ഫിദ്ദീൻ. അല്ലാഹു അവന് ദീനിൽ അവഗാഹം നൽകും. അവന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് എന്താണ് എന്നതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ് എന്നതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കും. അതാണ് അല്ലാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചു എന്നതിന്റെ അടയാളം. സഹോദരങ്ങളെ, നിങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രം എടുത്താൽ സഹാബിമാർ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹം പറയാം, ഞാൻ ഒരു അൻസാരിയായ സഹാബിയുമായി കരാറിൽ ഏർപ്പെട്ടു. എന്തായിരുന്നു അവർ തമ്മിലുള്ള കരാർ? അൻസാരിയായ സഹാബി അദ്ദേഹം ഒരു ദിവസം ജോലിക്ക് പോവുകയാണെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തിരിക്കും ദീൻ പഠിക്കാൻ വേണ്ടി. അടുത്ത ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് ജോലിക്ക് പോകുമ്പോൾ ഈ അൻസാരിയായ സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ദീൻ പഠിക്കാനിരിക്കും.
എന്നിട്ട് ഓരോ ദിവസവും അന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒപ്പം ഉണ്ടായിരുന്നയാൾ അവർ ജോലിക്ക് പോയ ആൾക്ക് അന്നേ ദിവസം എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും ആ കാലഘട്ടത്തിൽ. അപ്പൊ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ദീൻ പഠിക്കുക എന്നത് ഒരു രണ്ടാമത്തെ കാര്യമാണ്. എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം നോക്കാമെന്ന് പറയാവുന്ന ഒരു കാര്യമല്ല. മറിച്ച് ദീൻ പഠിക്കുക എന്നത് ഒന്നാമത്തെ കാര്യമായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ദീൻ പഠിക്കുന്ന ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ മതി. ആ ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ചില ആൾക്കാർ വിചാരിക്കും ആ ഹദീസ് പലതവണ നമ്മൾ കേട്ടിരിക്കാം. ഹദീസ് ദീൻ പഠിക്കാൻ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. പലതവണ കേട്ട ഹദീസായി. അപ്പൊ നമ്മൾ വിചാരിക്കും കോളേജിലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്കല്ലേ നമുക്കിപ്പോ അത് കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അയാൾ ഒരു വലിയ വിദ്യാർത്ഥിയാകണമെന്നില്ല, അയാൾ ഒരു പണ്ഡിതനാകണമെന്നില്ല. മൻ സലക, പ്രവേശിച്ചാൽ മതി. മൻ സലക ത്വരീഖൻ, ഏതെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ മതി. ദീൻ പഠിക്കാൻ പല വഴികളുണ്ട്. കേൾക്കുക എന്നതൊരു വഴിയാണ്. അതുപോലെ തന്നെ ചോദിച്ചു പഠിക്കാനുള്ള ഒരു വഴിയാണ്. അതുപോലെ തന്നെ എഴുതിയെടുക്കുക എന്ന ദീൻ പഠിക്കാനുള്ള ഒരു വഴിയാണ്. കോളേജിൽ പഠിക്കാനുള്ള ഒരു വഴിയാണ്. മസ്ജിദിൽ ദർസ് പഠിക്കാനുള്ള ഒരു വഴിയാണ്. ഇങ്ങനെ പല വഴികളുണ്ട്. ഏതെങ്കിലും ഒരു വഴിയിൽ അവൻ പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അപ്പൊ നമുക്ക് സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. സ്വർഗം കിട്ടുന്നുള്ള ആഗ്രഹത്തിൽ പണിക്കെടുക്കുന്നുണ്ട്. സ്വർഗം ലഭിക്കലാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, അത് നിങ്ങൾക്ക് എളുപ്പമാകണമെന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ദീൻ പഠിക്കണം. ഒരു ദിവസം കുറഞ്ഞ സമയമെങ്കിൽ ഒരു ആയത്തെങ്കിലും പഠിക്കണം, ഒരു ഹദീസെങ്കിലും പഠിക്കണം, ദീനിന്റെ ഒരു മസ്അലയെങ്കിലും പഠിക്കണം, ഒരു കാര്യമെങ്കിലും. അതിൽ തന്നെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള പ്രധാനപ്പെട്ട കാര്യം ആദ്യം പഠിക്കുക. ഒരാൾ ചിലപ്പോൾ ആൾക്കാർ പലപ്പോഴും എന്തെങ്കിലും ഒന്ന് പഠിക്കാനുള്ളതാണ്. അങ്ങനെ ആകരുത്. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക. അപ്പൊ എന്താ അതിൽ പഠിക്കാനുള്ളത്? എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാനുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം പഠിക്കാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ ചൊല്ലിയാൽ എൻ്റെ ജീവിതത്തിൽ നിർബന്ധമായി എന്തൊക്കെ ഉണ്ടായിരിക്കണം അത് പഠിക്കണം. അത് ചൊല്ലി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താ അത് പഠിക്കണം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന് നവാഖിദുകളും നവാഖിസുകളും ഉണ്ട്. ചെറിയ കുത്തിന്റെ വ്യത്യാസമുള്ളൂ. ഒന്ന് നവാഖിദുകളാണ്. നവാഖിദ് എന്ന് പറഞ്ഞാൽ അത് ഒരാൾ ചെയ്താൽ അൽ ഇസ്ലാമിനെ പുറത്തു പോകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിമുടി ഇല്ലാതെയാണ്. ഉദാഹരണത്തിന് ഒരാൾ അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ, അതല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അടുവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാകില്ലാതെയാണ്. മറ്റു ചില കാര്യങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ നവാഖിസുകളാണ്. അതിൽ കുറവ് വരുത്തുന്ന കാര്യങ്ങളാണ്, അതിന്റെ പൂർണ്ണത ഇല്ലാതെയാക്കുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം സൂറത്തുൽ ബഖറയിലെ ആയത്ത് വിശദീകരിച്ചു, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ, അല്ലാഹുവിന് നിങ്ങൾ പങ്കാളികളെ നിശ്ചയിക്കരുത് എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യൻ പറയണം തന്റെ വീട്ടിൽ ബാക്കിയുള്ള വീട്ടിലൊക്കെ കള്ളന്മാര് കയറി, അയാളുടെ വീട്ടിൽ കള്ളൻ കയറിയില്ല. അപ്പൊ അയാൾ പറയാണ്, എന്റെ വീട്ടിൽ ഈ നായ ഉണ്ടായത് കൊണ്ട് കള്ളൻ കയറിയില്ല എന്ന് അയാൾ പറഞ്ഞാൽ അത് ശിർക്കിന്റെ ഗോപ്യമായ രൂപങ്ങളിൽ പെട്ടതാണ്. നാവിൽ സംഭവിക്കുന്ന ശിർക്കാണ്. നായ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട് കൂടിയാണ് അയാളുടെ വീട്ടിൽ കള്ളൻ കയറാതിരുന്നത്. അപ്പൊ നാവിൽ സംഭവിക്കുന്ന ശിർക്കുണ്ട്. വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഭാര്യനോട് പറയാം, നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം എന്താകും, നീയാണ് എന്റെ എല്ലാം എന്ന് പറയുമ്പോൾ അയാളുടെ വാക്ക് ശരിയല്ല, നാവിലെ പ്രയോഗം തെറ്റായിപ്പോയി. കച്ചവടത്തെ കുറിച്ച് ആൾക്കാർ, കച്ചവടം ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം എന്താകുമായിരുന്നു, ഇതാണ് എന്റെ എല്ലാം, ഇതില്ലായിരുന്നെങ്കിൽ ഞാൻ നശിച്ചു പോയേനെ. വാക്കിൽ സംഭവിക്കുന്ന ശിർക്കാണ്. അയാൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ഈ കച്ചവടം അയാളുടെ ഇലാഹാണെന്നോ ഇതാണ് അയാൾക്ക് റിസ്ക് എന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷെ അയാളുടെ വാക്കിൽ സംഭവിക്കുന്ന പിഴവാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ചൊല്ലിയ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ അനുയോജ്യമായ കാര്യമല്ല. ഇത് നവാഖിസുകളാണ്. ഒന്ന് സാധാരണ, മറ്റൊന്ന് വാദാണ്. രണ്ട് ചെറിയ വ്യത്യാസമാണ്.
ഇത് രണ്ടും ഉണ്ടാകരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തു പറയണം, എന്തു പറയരുത്, എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് പഠിച്ചിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരാളുടെ ഹൃദയത്തിൽ ആഴ്ന്നു പതിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനായിരിക്കും അയാൾക്ക് ഏറ്റവും വലുത്. അവൻ അങ്ങനെ പഠിക്കണം, നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട നിത്യവും നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട നിസ്കാരത്തിന്റെ വിധിവിലക്കുകൾ, പ്രധാനപ്പെട്ട വിധിവിലക്കുകൾ നമ്മൾ പഠിച്ചിരിക്കണം. നിസ്കാരത്തിന്റെ റുക്ന് ഏതാണ്? എന്തിനാ റുക്ന് പഠിക്കുന്നത്? നിസ്കാരത്തിന്റെ റുക്ൻ നഷ്ടപ്പെട്ടാൽ നിസ്കാരമേ ബാത്തിലായി. വേറെ ഏതെങ്കിലും കാര്യം പോലല്ല, റുക്ന് പോയാൽ നിസ്കാരമില്ല. ഉദാഹരണത്തിന് റുകൂഅ് നിസ്കാരത്തിന്റെ റുക്നാണ്, അത് പോയാൽ നിസ്കാരമില്ല. അപ്പൊ ഒരാള് നിസ്കരിച്ചു, റുക്കൂ ചെയ്യാൻ മറന്നു, അല്ലെങ്കിൽ സുജൂദിൽ 2 സുജൂദിൽ ഒരു സുജൂദ് അങ്ങ് മറന്നു. അങ്ങനെ അവസാനം തയ്യാറത്തിന്റെ സമയത്ത് എപ്പോഴും ഓർമ്മ ഉണ്ട്, ഒരു സുജൂദായിട്ട് ഒരു സുജൂദ് ചെയ്തിട്ടില്ല. അവൻ അവസാനം സഹുവിന്റെ സുജൂദ് ചെയ്താൽ മതിയോ? ഇല്ല. പിന്നെന്ത് ചെയ്യണം? ആ റക്അത്ത് ഏത് റക്അത്തിലാണോ അവന് സുജൂദ് പോയത് ആ റക്അത്ത് ഒന്നാകെ അവൻ മടക്കണം. സലാം വിട്ടതിന് മുമ്പാണെങ്കിൽ നോക്കുക, റക്അത്ത് ഒന്നാകെ പോയി, സഹുവിന്റെ സുജൂദ് കൊണ്ട് കാര്യമില്ല. അപ്പൊ റുക്നാണ്. എന്നാൽ വാജിബുകളുണ്ട്, നിസ്കാരത്തിലെ വാജിബുകൾ. ഉദാഹരണത്തിന് ഒന്നാമത്തെ തശഹുദ് വാജിബാണ്, അത് ഒരാൾ മറന്നുപോയി, എഴുന്നേറ്റു, 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു, ഫാത്തിഹ ഓതാൻ തുടങ്ങി, പിന്നാണ് ഓർമ്മ വന്നത് എങ്കിൽ അയാൾ ഇനി തശഹുദിലേക്ക് മടങ്ങി പോകണ്ട, അവസാന തശഹുദിന്റെ സുജൂദ് ചെയ്താൽ മതി. അപ്പൊ നോക്കൂ, റുക്ന് നഷ്ടപ്പെട്ടാൽ, അതുപോലെ തന്നെ വാജിബ് നഷ്ടപ്പെട്ടാൽ നിസ്കാരത്തിൽ വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇമാമത്തിന് ആൾക്കാർക്ക് പഠിച്ചിരിക്കണം, എന്ത് മിസ്സായാലാണ് ഞാൻ നിസ്കാരം മടക്കേണ്ടത്, എന്ത് മിസ്സായാൽ നിസ്കാരം മടക്കരുത്. നിസ്കാരത്തിൽ ശരീരത്തിൽ നജസ് ഉണ്ടായാൽ എന്ത് ചെയ്യണം, അതിനൊരു വിധിയുണ്ട്. വുദൂ ഇല്ലാതെയാണ് നിസ്കരിച്ചത് എന്ന് അറിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് 2 വ്യത്യസ്ത വിധിയാണ്. ഇത് പഠിച്ചിരിക്കണം. നിസ്കാരവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ നമ്മൾ പഠിച്ചിരിക്കണം. വുദൂഇന്റെ വിധിവിലക്കുകൾ, വെള്ളം ആകെ കുറച്ചുള്ളൂ. പല ആൾക്കാർക്ക് പറ്റുന്ന സംഭവിക്കുന്ന അബദ്ധമാണ്. വുദൂഇന് വെള്ളം കുറച്ച് വെള്ളം ഉണ്ടാവും, കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പൊ അയാൾ സാധാരണ വുദൂ എടുക്കൽ പൈപ്പങ്ങ് തുറന്നു മൊത്തത്തിൽ നനച്ച് 3 തവണ കഴുകിയിട്ടാണ്. 3 തവണ കഴുകുക എന്നത് സുന്നത്താണ്, 1 തവണ കഴുകുക എന്നത് വാജിബാണ്. അയാൾക്ക് 1 തവണ കഴുകിക്കൊണ്ട് വുദൂ ചെയ്യാനുള്ള വെള്ളം കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഏമം ചെയ്യാൻ പാടില്ല, ഒന്നെടുത്തിരിക്കണം. വുദൂ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. അപ്പൊ 1 കുപ്പി വെള്ളം ഉണ്ടെങ്കിൽ, കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒറ്റ തവണ കഴുകിക്കൊണ്ട് വുദൂ എടുക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചെയ്തു നോക്കിയാൽ മനസ്സിലാവും. 1 കുപ്പി വെള്ളം ഉണ്ടെങ്കിൽ ഒരാൾക്ക് സുഖകരമായി വുദൂ ചെയ്യാൻ പറ്റും. അത്രയും വെള്ളം ഉണ്ടെങ്കിൽ ഏമം ചെയ്യാൻ പാടില്ല. ഇത് ഒരാൾ പഠിക്കാതിരുന്നാൽ, ഇത്തരം വിധിവിലക്കുകൾ മനസ്സിലാക്കാതിരുന്നാൽ അവരുടെ ജീവിതത്തിലെ അമലുകളാണ് നഷ്ടമായി പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ദീനിൽ നിന്ന് നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങളിൽ പലരും കച്ചവടക്കാരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുണ്ടായിരുന്ന വടിയും എടുത്തുകൊണ്ട് അദ്ദേഹം അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് പറയുമായിരുന്നു, ലാ യബിഅ ഫീ സൂഖിനാ മൻ ലാ യഅരിഫുൽ ഹലാല മിനൽ ഹറാം. ഹലാലും ഹറാമും വേർതിരിച്ചറിയാത്തവർ നമ്മുടെ അങ്ങാടിയിൽ കച്ചവടം ചെയ്യാൻ പാടില്ല. അത് ചോദിക്കുമായിരുന്നു നാം ചിലപ്പോ, അവന് വിവരമുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് കച്ചവടത്തിന്റെ കാര്യം. അപ്പൊ കച്ചവടം ചെയ്യുന്നതിന് മുൻപ് എപ്പോഴാണ്, എങ്ങനെയാണ് കച്ചവടം ചെയ്യേണ്ടത്, എപ്പോഴാണ് കച്ചവടം ഹലാലാവുക, കച്ചവടത്തിന്റെ നിബന്ധനകൾ എന്ത്, ബേസിക് കാര്യങ്ങൾ, വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, നിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീ പഠിച്ചിരിക്കണം. ഒരുത്തൻ ആല് വിൽക്കുന്നത് പണിസാധനങ്ങളാണ്, കത്തിയും അതുപോലെ തന്നെ കൈക്കോട്ടും അങ്ങനെയൊക്കെ വിൽക്കുന്ന ഒരാളാണ്. അപ്പൊ കത്തി വിൽക്കുന്നത് ഇസ്ലാമിൽ അനുവദനീയമാണ്, സംശയമില്ല. പക്ഷേ നാട്ടിൽ കുഴപ്പമുണ്ടായാലോ, നാട്ടിൽ പരസ്പരം ആൾക്കാർ തമ്മിൽ തല്ലുണ്ടായി, ആ സമയത്ത് കത്തി വിൽക്കാൻ പാടില്ല, ഹറാമാണ് വിൽക്കുന്നത്. കാരണം എന്തായാലും മിക്കവാറും ആൾക്കാർ വാങ്ങിച്ചോണ്ട് എന്തിനായിരിക്കും, ആൾക്കാരെ ഉപദ്രവിക്കാനായിരിക്കും. അപ്പൊ ഒരു ഹറാമിന് വേണ്ടിയാണ് എന്റെ ഈ സാധനം കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടാൽ അവന് സാധനം വിൽക്കാൻ പാടില്ല. വ്യക്തമായി ബോധ്യം, എല്ലാവരോടും ചോദിക്കണോ, ഇതാരെയും കുത്താൻ കൊണ്ടുവന്നാണോ, ആരെങ്കിലും കൊല്ലാൻ കൊണ്ടുവന്നാണോ ചോദിക്കണം, വേണ്ട. സാധാരണ നിലയിൽ ചോദിക്കേണ്ടതില്ല. പക്ഷെ നിനക്ക് ഏതാണ്ട് ഉറപ്പാണ് ഇത് ഹറാമിനെ കൊണ്ടു, എനിക്ക് വിൽക്കാൻ പാടില്ല. മുന്തിരി വിൽക്കുകയാണ് ഒരാൾ,
അപ്പൊ കള്ളുഷാപ്പ് നടത്തുന്ന ഒരുത്തൻ വന്നിട്ട് നിന്റെ അടുത്ത് നിന്ന് മുന്തിരി വാങ്ങിക്കാൻ നിന്നാൽ നിനക്ക് ഏതാണ്ട് ഉറപ്പാണോ കള്ളുണ്ടാക്കാനാണ് മുന്തിരി കൊണ്ടുപോകുന്നത്. അവൻ വിൽക്കാൻ പാടില്ല. എന്നാൽ സാധാരണ നിലയിൽ മുന്തിരി ഇങ്ങനെ കച്ചവടത്തിന്റെ വിധിവിലക്കുകൾ ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. ഇവ പഠിച്ചിരിക്കൽ. നീ ഏത് കച്ചവടമാണോ ചെയ്യുന്നത് അതിനെ കുറിച്ച് പഠിച്ചിരിക്കണം. പഠിക്കാതെ ചെയ്യരുത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഹറാമ് കയറിക്കൂടും. നമ്മുടെ മക്കളത് തിന്നും, ഭാര്യ അത് കഴിക്കും. ഈ ഹറാമ് എന്താ അതിന്റെ പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്റെ ശരീരത്തിൽ കുല്ലു ലഹ്മിൻ നബത മിൻ മാലിൻ ഹറാം ഫന്നാറു ഔലാ ബിഹി. ശരീരത്തിൽ ഹറാമിൽ നിന്ന് മുളച്ചു പൊന്തിയ ഏതൊരു മാംസവും അതിന് ഏറ്റവും അർഹമായിട്ടുള്ളത് നരകമാണ്. ശരീരത്തിൽ ഹറാമ് തിന്നുകൊണ്ട് മുളച്ച ഒരു മാംസമുണ്ട് എങ്കിൽ അതിന് അർഹമാകുന്നത് ഏതായിരിക്കും? നരകമായിരിക്കും. മാത്രമല്ല ഹറാമ് തിന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ വലിയ സുദീർഘമായ യാത്ര നിർവഹിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാം, യാത്ര പൊതുവെ യാത്രയിൽ പ്രാർത്ഥന സ്വീകരിക്കുന്ന, യാത്രയുടെ ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് പ്രാർത്ഥന സ്വീകരിക്കാനുള്ള സാധ്യത കൂടുന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു മനുഷ്യൻ അയാൾ സുദീർഘമായി യാത്ര ചെയ്തിരിക്കണം, വലിയ നീണ്ട യാത്രയിലാണ്. അയാളുടെ മുടി ജട കുത്തിയിരിക്കുന്നു, വസ്ത്രം പൊടി പുരണ്ടിരിക്കുന്നു. അപ്പൊ അയാൾ പൊതുവെ യാത്രയിൽ വലിയ പ്രയാസം അനുഭവിക്കുന്നയാളാണ്. ഈ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാർക്കുള്ള പ്രത്യേകത അവന്റെ പ്രാർത്ഥനയും പെട്ടെന്ന് സ്വീകരിക്കുന്ന, കൂടുതൽ പ്രയാസത്തിലായ മനുഷ്യന്റെ ഖുർആൻ അല്ലാഹു പറഞ്ഞില്ലേ, അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅാഹു വയക്ഷിഫു സൂ. പ്രയാസത്തിൽ അകപ്പെട്ട ഒരാൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നവനാണ് അല്ലാഹു. ഈ മനുഷ്യൻ യാത്ര സുദീർഘമായി നടത്തിയിരിക്കുന്നു. അയാളുടെ ശരീരം ജടകുത്തുകയും വസ്ത്രം പൊടിപുരളുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു യമുദ്ദു യദൈഹി ഇല സമാ, അവൻ ആകാശത്തിലേക്ക് തന്റെ കൈകൾ നീട്ടിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ഹയ്യുൻ ശദീർ. അല്ലാഹു അങ്ങേയറ്റം ലജ്ജയുള്ളവനാണ്, അങ്ങേയറ്റം മറ ഇഷ്ടപ്പെടുന്നവനാണ്. യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫറ. നീ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിയാൽ ആ കയ്യിൽ ഒന്നും വെച്ചു തരാതെ ശൂന്യമായി അത് മടക്കാൻ അല്ലാഹുവിന് ലജ്ജയുണ്ട്. ഇയാൾ കൈ ഉയർത്തിയിരിക്കുന്നു, യാത്രക്കാരനാണ്, പ്രയാസത്തിലാണ്, ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിരിക്കുന്നു. യഖൂൽ യാ റബ്ബി യാ റബ്ബ്, അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്റെ റബ്ബേ എന്റെ റബ്ബേ. നിങ്ങൾ നബിമാരുടെ പ്രാർത്ഥന എടുത്താൽ മിക്ക പ്രാർത്ഥന എങ്ങനെയുള്ളത്? യാ റബ്ബി യാ റബ്ബി, യാ റബ്ബി റബ്ബന. നബിമാരുടെ ദുആകൾ ബഹുഭൂരിപക്ഷം വന്നിട്ട് റബ്ബി റബ്ബന എന്നാണ്. അല്ലാഹുമ്മ എന്നത് കഴിഞ്ഞ മൂസാ നബി അലൈഹി വസല്ലം പ്രയാസത്തിലകപ്പെട്ട് മദിയനിലേക്ക് എത്തി. ഒരാൾ സഹായിക്കാനില്ലാതെ ഒരു പാറയുടെ മുകളിൽ കയറി പ്രാർത്ഥിച്ച റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബേ, നീ എന്തെങ്കിലും ഒരു ഖൈർ തന്നാൽ അതിനൊക്കെ ഞാനിപ്പോൾ അങ്ങേറ്റം ആവശ്യക്കാരനാണ്. പറയാ റബ്ബി യാ റബ്ബ് എന്നാൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അയാളുടെ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ അയാൾ ചെയ്തിരിക്കുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മഅകലുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം ഗുദിയ ബിൽ ഹറാം ഫഅന്ന യുസ്തജാബു ലഹു. അവൻ തിന്നുന്നത് ഹറാമാണ്, കുടിക്കുന്നത് ഹറാമാണ്, ധരിച്ചിരിക്കുന്നത് ഹറാമാണ്, ഹറാമിൽ അവൻ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. ഫഅന്ന യുസ്തജാബു ലഹു. എങ്ങനെയാണ് അവന് ഉത്തരം നൽകപ്പെടുക? സഹോദരങ്ങളെ, ഹറാമ് ശരീരത്തിൽ കയറുന്നത് ശ്രദ്ധിക്കണം. ഹറാമ് കയറാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കണം. പഠിക്കാതെ ഹറാം കയറുന്നത് തടയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഉക്തുബ് ലനാ കിതാബൻ ഫിൽ വറഅ. ജീവിതത്തിൽ തസ്കിയത്ത് ക്ലാസ്സിന് വിളിക്കുമ്പോൾ തസ്കിയത്ത് എന്താണ് ക്ലാസ് വേണം, അങ്ങനെ പറയുന്നത്. തസ്കിയത്ത് ഉണ്ടാക്കാൻ എനിക്ക് സഹായിക്കുന്ന, വറഅന് പ്രേരിപ്പിക്കുന്ന, ജീവിതത്തിൽ സൂക്ഷ്മതയും ജീവിത വിരക്തിയും പ്രേരിപ്പിക്കുന്ന ഒരു കിതാബ് ഞങ്ങൾക്ക് എഴുതി തന്നാൽ
എന്ന് ഇമാം അഹ്മദിനോട് അവർ പറഞ്ഞു. ചില ആൾക്കാർ പറഞ്ഞു. ഇമാം അഹ്മദ് പറഞ്ഞു, ഞാൻ എഴുതിയിട്ടുണ്ട്. ഏത് കിതാബാണ്? ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹം കിതാബൻ ഫിൽ ഹലാലി വൽ ഹറാം, ഹലാലും ഹറാമും വേർതിരിക്കുന്ന, ഭക്ഷണത്തിൽ ഹലാലായത് ഹറാമായത് എന്ന് വിവരിക്കുന്ന ഒരു ഗ്രന്ഥം ഞാൻ എഴുതിയിട്ടുണ്ട്. കച്ചവടത്തിന്റെ വിധിവിലക്കുകൾ പഠിപ്പിക്കുന്നത്, അത് പാലിക്കുക എന്നതാണ് ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാൻ പറഞ്ഞത്. ഹലാൽ ഹറാമുകൾ ശ്രദ്ധിക്കാത്ത ഒരുത്തൻ അവന്റെ കാര്യത്തിൽ വലിയ അപകടത്തിലാണ് എത്തിപ്പെട്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം ഇതാണ്, സഹോദരങ്ങളെ, ദീൻ പഠിക്കണം. നമ്മളെല്ലാവരും പഠിക്കണം. നമുക്കിന്ന് ഏറ്റവും സംഭവിച്ചിട്ടുള്ള കുറവുകളൊന്നും നമ്മൾ ദീൻ പഠിക്കുന്നതിന് വളരെ പുറകിലാണ്. ചിലപ്പോഴെങ്കിലും ദുഃഖകരമായ കാര്യം, ഒരാളിവിടെ എത്തിയിട്ട് ഖുർആൻ ഒന്ന് ഓതിപ്പിച്ചാൽ അള്ളാഹുവിന്റെ കലാമ് വൃത്തിയിൽ പാരായണം ചെയ്യാൻ പോലും നമുക്കറിയുന്നില്ല. സംഭവിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എത്ര വലിയ താടി ഉണ്ടായിട്ടും എന്തൊക്കെ വലിയ സെലഫിയാണെന്ന് നിങ്ങൾ ആൾക്കാരുടെ മുന്നിൽ അഭിനയിച്ചിട്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ വലിയ പരാജയത്തിലാണ്. അള്ളാഹുവിന്റെ കലാം പാരായണം ചെയ്യാൻ പഠിച്ചിട്ടില്ലെങ്കിൽ വലിയ പരാജയത്തിലാണ്. നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഖുർആൻ ഓതാൻ അറിയില്ല, വലിയൊരു പരാജയമാണ്. അത് ഒരാൾ കടന്നു കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ അയാളുടെ സ്റ്റെപ്പ് അള്ളാഹുവിന്റെ കലാം അയാൾക്ക് കേൾക്കുമ്പോൾ കുറച്ചെങ്കിലും അർത്ഥം മനസ്സിലാക്കാൻ നല്ലതാണ്. ഇമാമ് അതാ പരലോകത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോയിട്ട് നിസ്കരിച്ചാൽ, ഹറബിലൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമ് ചിലപ്പോൾ ഖുർആൻ ഓതിയിട്ട് കരയാണ്, നരകത്തെ കുറിച്ച് പറഞ്ഞിട്ട് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ട്. നമ്മൾ ഒരാൾ മാത്രം അതിൻ്റെ ഇടയിൽ ഇതെന്താ പറയുന്നത് എന്നറിയാതെ ധരിച്ചു നിൽക്കുകയാണ്. അത് വലിയ പരാജയമാണ്. അള്ളാഹു ഈ പറയുന്ന വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് അറിയാതെ ഒരു ബദിരനെ പോലെ, ഒന്ന് കേട്ടാൽ ഒന്നും തിരിയാത്ത ഖുർആൻ അല്ലാഹു പറഞ്ഞു, ചെവി കേൾക്കാത്ത, കണ്ണ് കാണാത്ത, ഉച്ചരിക്കാൻ കഴിവില്ലാത്ത ആളുകളെ പോലെ ഇങ്ങനെ നിൽക്കുക. അതൊരു പരാജയമാണ്. അള്ളാഹു പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ ആകരുത്. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമ ഖുർആന വഅല്ലമ. നിങ്ങൾ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇമാമ് ഖുർആൻ പിറകിൽ നിന്നിട്ട് അത് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുക എന്നത് ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ്. ഒരാൾ ഖുർആൻ ഓതുമ്പോൾ എന്താണ് ആ പറയുന്നത് മനസ്സിലാക്കാൻ. അള്ളാഹുവാണ് ഈ സംസാരിക്കുന്നത്, റബ്ബാണ് ഈ പറയുന്നത്. അള്ളാഹു പറയാണ് ഫത്തഖുല്ലാഹ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അള്ളാഹു പറയാണ് ഫത്തഖുന്നാർ അല്ലതി വഖൂദുഹാ അന്നാസ് വൽഹിജാറ ഉഇദ്ദത് ലിൽകാഫിരീൻ. നരകത്തെ കുറിച്ച് അള്ളാഹു പറയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ വബശ്ശിരിൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് അന്ന ലഹും ജന്നാത്ത് തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. ഇത് കേട്ടിട്ട് സ്വർഗത്തെ കുറിച്ച് അള്ളാഹു നിങ്ങളോട് സന്തോഷം പറയുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ലെങ്കിൽ എത്ര വലിയൊരു പരാജയത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ അങ്ങനെ ആവരുത്. ഖുർആൻ ഓതാൻ പഠിച്ചാൽ അത് മനസ്സിലാക്കാൻ കൂടി പഠിക്കണം. ദുനിയാവിലെ ഏറ്റവും വലിയ നഷ്ടക്കാരൻ ഖുർആൻ മനസ്സിലാക്കാതെ ഈ ദുനിയാവിൽ പിരിഞ്ഞു പോകുന്നതാണ്. ഇത്ര അജബായ, ഇത്ര അത്ഭുതകരമായ ഒരു കിതാബ് അവതരിപ്പിച്ചിട്ടുണ്ട്. അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങൾ അതിലുണ്ടായിട്ട് മനുഷ്യന്റെ ഹൃദയത്തെ ഒന്നാകെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള വാക്കുകൾ ഇവിടെ പാരായണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആസ്വദിച്ചാലും ആസ്വദിച്ചാലും അവസാനിക്കാത്ത സൗന്ദര്യം അള്ളാഹുവിന്റെ കലാമിൽ ഉണ്ടായിട്ട് നീ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ, നിനക്കത് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിനക്കതിന്റെ ആശയം മനസ്സിലാക്കി എന്തൊരു വലിയ നഷ്ടമാണ്. അതിന്റെ ഉലമാക്കൾ ചിലർ പറഞ്ഞത് ذهب أهل الدنيا من الدنيا وما ذاقوا أطيب ما فيها. ദുനിയാവിന്റെ അഹ്ലുകാർ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അവർ തിരിച്ചു പോകുന്നത് ഈ ദുനിയാവിലെ ഏറ്റവും രുചികരമായ കാര്യം ആസ്വദിക്കാതെയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ്. റബ്ബ് അവനെ കുറിച്ച് പറഞ്ഞു തന്ന ആയത്തുകളാണ്. നോക്കൂ, അള്ളാഹു പറഞ്ഞു എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കുക. എന്താണ് വാക്കിൽ പറഞ്ഞത്? എന്താണ് ആയത്തുകളുടെ സൗന്ദര്യം? നമുക്ക് ആ ഭാഷയിൽ അറിയാൻ പറ്റുന്നില്ലെങ്കിൽ, ആ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ കേട്ടിട്ട് തിരിയുന്നില്ലെങ്കിൽ, നമ്മളിങ്ങനെ ഒന്നും കേൾക്കാത്ത, ഒന്നും മനസ്സിലാകാത്ത
എന്തോ ശബ്ദം കേൾക്കുന്ന ആളുകളെ പോലെയാണ് നമ്മൾ നിൽക്കുന്നത്. എത്ര വലിയ നഷ്ടമാണ്. ഖുർആൻ പഠിക്കണം. സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കാൻ ശ്രമമുണ്ട്. ഒന്നാമത്തെ കാര്യം ഇൽമു പഠിക്കണം. രണ്ടാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, തൗഹീദാണ്. തൗഹീദ് എത്ര ഓർമ്മപ്പെടുത്തിയാലും അവസാനിക്കാത്ത വിഷയമാണ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ വിജയ പരാജയങ്ങളുടെ അടിസ്ഥാനം തൗഹീദിലാണ്. എന്താ തൗഹീദ് എന്ന് പറഞ്ഞാൽ, എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനോഹരമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഒരിക്കൽ മുആദ് ഇബ്നു ജബൽ എന്ന സ്വഹാബിയെ തന്റെ പിറകിൽ വാഹനപ്പുറത്തിരുത്തിക്കൊണ്ട് അവിടുന്ന് യാത്ര ചെയ്യാം. അവ ആ യാത്രക്കിടയിൽ അവിടുന്ന് മുആദിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ, മുആദ് അതദ്രി ഔ ഹൽ തദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അല്ല മുആദ്, നിനക്കറിയുമോ അല്ലാഹുവിന് അവന്റെ അടിമകളുടെ മേലുള്ള അവകാശം എന്താണെന്ന് നിനക്കറിയുമോ? അവകാശം, അവകാശം, ഹഖ്ഖുല്ലാഹ്, അല്ലാഹുവിന്റെ അവകാശമാണ്. നിനക്ക് ഒരാൾ ഒരു കടം തന്നു, ഒരു പണം കടം തന്നു, ഇത്ര സമയത്തിൽ തിരിച്ചു തരണമെന്ന് നിന്നോട് വാക്ക് പറഞ്ഞു. ആ സമയമെത്തിയാൽ അവന്റെ ഹക്കാണ്, തിരിച്ചു കൊടുത്തിരിക്കണം. അത് കൊടുക്കാതെ നിനക്ക് സ്വൈര്യമില്ല, സ്വസ്ഥതയില്ല. ഇത് മനുഷ്യരുടെ കടമാണ്, അള്ളാഹുവിന്റെ കടമാണ്, അള്ളാഹുവിന്റെ അവകാശമാണ്. അള്ളാഹു അതിനുവേണ്ടിയാണ് നിന്നെ പഠിച്ചത്. ഓരോ കാര്യം ഉണ്ടായിട്ടില്ല, നിന്നെ അള്ളാഹു പഠിച്ചത് അതിനു വേണ്ടിയാണ്. ഓരോ ഉരുള ഭക്ഷണവും അള്ളാഹു നിനക്ക് എത്തിച്ചു നൽകിയത് അതിനുവേണ്ടിയാണ്. അള്ളാഹു നിനക്ക് വെള്ളം നൽകിയത് അതിനുവേണ്ടിയാണ്. ആകാശങ്ങളെ പഠിച്ചത് അതിനുവേണ്ടിയാണ്. ഭൂമിയെ പഠിച്ചത് അതിനുവേണ്ടിയാണ്. ഖുർആൻ അവതരിപ്പിച്ചത് അതിനുവേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയച്ചത് അതിനുവേണ്ടിയാണ്. അള്ളാഹുവിന്റെ ഈ അവകാശത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. എന്താണ് ഈ അവകാശം എന്ന് നിനക്കറിയുമോ? ആരോടാ ചോദിക്കുന്നത്? മുആദ് ഇബ്നു ജബലിനോട്. ആരാണ് ചോദിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അല്ലാഹുവിന്റെ റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി അൻ യഅബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅ. അല്ലാഹുവിന് അവന്റെ അടിമകളുടെ മേലുള്ള അവകാശം എന്നാൽ അൻ യഅബുദൂഹു, അവർ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കർമ്മങ്ങൾ നീ അനുസരിക്കുക എന്നതാണ് ഇബാദത്ത്. നിന്നോട് അല്ലാഹു നിസ്കരിക്കാൻ പറഞ്ഞു, നീ അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് നിസ്കരിക്കുക. ഒരു അടിമ ഉടമസ്ഥന്റെ മുൻപിൽ ചെയ്യുന്നത് പോലെ, അടിമ കൽപ്പിക്കുന്നു അത് ചെയ്യുന്നു പറഞ്ഞാൽ അത് ചെയ്യുന്നു. അതുപോലെ റബ്ബ് നിന്നോട് കൽപ്പിച്ചു, നീ അനുസരിക്കുന്നു. എന്തിനാണ് നീ അനുസരിക്കുന്നത്? അല്ലാഹു നിന്നെ തൃപ്തിപ്പെടാൻ വേണ്ടി, അവൻ നിന്നോട് കോപിക്കാതിരിക്കാൻ. നീ അല്ലാഹുവിന്റെ അടിമയാണ്. അല്ലാഹു നിന്റെ റബ്ബാണ്, നിന്റെ മാലിക്കാണ്, നിന്റെ മലിക്കാണ്. അല്ലാഹു നിന്നെ പടച്ചവനാണ്, നിനക്ക് ഉപജീവനം നൽകിയവനാണ്, നിന്റെ ഉടമസ്ഥനാണ്, നിന്റെ രാജാവാണ്. രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചാൽ നീ എങ്ങനെയായിരിക്കും? നിന്റെ ഉടമസ്ഥൻ ഒരു കൽപ്പന നൽകിയാൽ എങ്ങനെയായിരിക്കും ഒരു അടിമ ഉണ്ടാവുക? പോലെയാണ് നീ അള്ളാഹുവിന്റെ മുമ്പിൽ. അള്ളാഹു പറഞ്ഞു, നീ അനുസരിച്ചിരിക്കണം. അള്ളാഹു പറയും നീ ഇങ്ങനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ നീ വിശ്വസിച്ചിരിക്കണം. അള്ളാഹു പറയും നീ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് നീ ചെയ്തിരിക്കണം. എങ്ങനെ ചെയ്യാൻ പറഞ്ഞോ അങ്ങനെ തന്നെ ചെയ്യണം. കാരണം നീ അടിമയാണ്, അള്ളാഹുവിന്റെ അബ്ദാണ്, അള്ളാഹുവിന്റെ അബ്ദാണ്. എങ്ങനെയാണ് അനുസരിക്കുക? അങ്ങനെ അനുസരിക്കണം. വലാ യുശ്രികൂ ബിഹി ശൈഅൻ, നീ അല്ലാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. ഈ ഇബാദത്തിൽ അല്ലാഹു അല്ലാത്ത ഒരാളെയും പങ്കു ചേർക്കരുത്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത്. ഇതിനാണ് നമ്മളെ പഠിച്ചത്. നമ്മുടെ ലക്ഷ്യമില്ല, നമ്മെ അല്ലാഹു സൃഷ്ടിച്ചത് ഇതിനു വേണ്ടിയാണ്, ഒരു കാര്യത്തിനു വേണ്ടിയാണ്. ഇത് ഒരാൾ വിജയകരമായി പൂർത്തീകരിച്ചാൽ അൽഹംദുലില്ലാഹ്. ഇതിലൊരാൾക്ക് പരാജയമുണ്ടായാൽ അവനാണ് ഏറ്റവും വലിയ പരാജയത്തിനുണ്ടായത്. ഖുൽ ഹൽ ഉനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ. ഏറ്റവും വലിയ നഷ്ടത്തിൽ എത്തിപ്പെട്ട ആളുകൾ ആരാണ്? പറഞ്ഞത് നബിയെ, നല്ലതാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് കുറെ പ്രവർത്തിച്ചു, പക്ഷേ പരാജയത്തിൽ അകപ്പെട്ടു പോയ ആളുകൾ. അപ്പൊ സഹോദരങ്ങളെ, തൗഹീദ് എന്ന ഈ കാര്യം അതാണ് നമ്മുടെ അടിത്തറ.
നിങ്ങളുടെ ദുആകളിൽ ഏറ്റവും അധികം സ്വാധീനം ഉണ്ടാകേണ്ടത് തൗഹീദിനാണ്. റബ്ബേ തൗഹീദ് തെറ്റിക്കരുതേ, അല്ലാഹുവേ തൗഹീദിന്റെ വഴിയിൽ നിന്ന് മാറ്റരുതേ, അല്ലാഹുവേ തൗഹീദിൽ സംശയം ഉണ്ടാക്കരുതേ, അല്ലാഹുവേ തൗഹീദിന്റെ മാർഗത്തിൽ ജീവിപ്പിക്കണേ, അല്ലാഹുവേ തൗഹീദിനു വേണ്ടി മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ. എന്ത് മരിക്കും? മരിക്കുമ്പോ റബ്ബേ നിന്റെ ദീനിന്റെ ഈ തൗഹീദിനു വേണ്ടി അല്ലാഹു എന്നെ മരിപ്പിക്കണേ, വെറുതെ മരിപ്പിക്കരുത്. തൗഹീദിനു വേണ്ടി ഏറ്റവും വിലപ്പെട്ട കാര്യം ഇതാണ്. നോക്കൂ നിങ്ങൾ സഹോദര, തൗഹീദ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന പേരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കാരണം അദ്ദേഹം വിഗ്രഹങ്ങളെ തകർത്ത മനുഷ്യനാണ്. തന്റെ പിതാവ് വിഗ്രഹാരാധകനായിരിക്കെ അദ്ദേഹത്തിന് നേർക്ക് തൗഹീദിന്റെ വാക്കുകൾ പറഞ്ഞ ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ ദുആകൾ നിങ്ങൾ എടുത്തു നോക്കുക. അദ്ദേഹം പറയാണ്, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ നീ എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിലേക്ക് എത്തിക്കരുത്, എന്ന് തടുത്തിർത്തണം. നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, അല്ലാഹു വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന അവസ്ഥയ്ക്ക് എന്നെ എത്തിക്കരുത്. നമ്മളെന്താ നമ്മളെ പറ്റി വിചാരിക്കുന്നത്? ഞാൻ തൗഹീദിനെ ഇത്ര സംസാരിക്കുന്നതാണ്, ഞാൻ എൻ്റെ നാട്ടിൽ ആദ്യം തൗഹീദ് കൊടുത്തത് ഞാനെങ്ങനെ പഠിക്കുമെന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖലീലുള്ളാഹ്, അദ്ദേഹം ശിർക്കിലേക്ക് എത്തിക്കരുത് എന്നല്ല പറഞ്ഞത്, അല്ലാഹുവെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിലേക്ക് നീ എന്നെ എത്തിക്കരുതേ. അവരുടെ പേടി അതായിരുന്നു. അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ പറഞ്ഞത്, വമൻ യഅ്മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം, ഇബ്രാഹിമിന് ശിർക്ക് പേടിയുണ്ട് എങ്കിൽ മറ്റാർക്കാണ് ഇതിനെ കുറിച്ച് നിർഭയത്വം ഉണ്ടായിരിക്കുന്നത്? സഹോദരങ്ങൾ, തൗഹീദുള്ളവരോട് പ്രത്യേകം ഞാൻ പറയട്ടെ, നിങ്ങൾ ശിർക്കിന്റെ കാര്യത്തിൽ നിർഭയരാകരുത്, പേടിയില്ലാതെ ജീവിക്കരുത്. ഒരിക്കെങ്ങനെ ചിന്തിക്കരുത്, ഇത് ആരെയും പിടികൂടാൻ സാധ്യതയുള്ളതാണ്. പണ്ഡിതന്മാർ വഴിതെറ്റിയിട്ടുണ്ട്. വലിയ വലിയ വിജ്ഞാനം നേടിയ ആളുകൾ നിരീശ്വരവാദത്തിലേക്ക് എത്തിയ ചരിത്രങ്ങളുണ്ട്. പഴയ കാലത്ത് സലഫുകളുടെ ചരിത്രം, അവരുടെ കാലഘട്ടത്തിൽ പറയപ്പെട്ട ഒരു ചരിത്രമുണ്ട്. ഒരു മനുഷ്യനെ വലിയ യുദ്ധത്തിന് പങ്കെടുത്ത് വലിയ യുദ്ധവീരനായിരുന്നു. അങ്ങനെ ഇരിക്കാൻ റോമക്കാർക്കെതിരെയുള്ള ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു. അയാൾ ഖുർആൻ ഹാഫിളാക്കിയ, ഖുർആൻ പഠിച്ച് മനഃപ്പാടമുള്ള മനുഷ്യനായിരുന്നു. ധാരാളം യുദ്ധം ചെയ്താണ്. അവർക്കിടയിൽ ഒരു നല്ല മനുഷ്യനായി അറിയപ്പെട്ട ആളായിരുന്നു. റോമക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട ഈ മനുഷ്യൻ അവിടെ എത്തിയപ്പോൾ റോമക്കാരിൽപ്പെട്ട നസ്രാനിയായ ഒരു സ്ത്രീയെ കണ്ടു. ഈ പെണ്ണിനെ കണ്ടപ്പോൾ ഇയാൾക്ക് അവളോട് ഇഷ്ടം തോന്നി. ഇയാൾ അവളെ വിവാഹം ആലോചിച്ചു. ആ പെണ്ണ് പറഞ്ഞു, എനിക്കുള്ള മഹർ നീ നസ്രാനിയാവുക എന്നതാണ്. ഈ സ്ത്രീയോടുള്ള സ്നേഹം പിടിച്ചു വെക്കാൻ കഴിയാതെ അയാൾ നസ്രാനിയായി. കാലങ്ങൾക്ക് ശേഷം മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില സുഹൃത്തുക്കൾ, പഴയകാലത്തെ സുഹൃത്തുക്കൾ അയാളെ കണ്ടപ്പോൾ അയാൾ ചോദിച്ചു, നീ പണ്ട് ഖുർആനൊക്കെ പഠിച്ചിരുന്ന ആളല്ലേ, ഇപ്പൊ ഖുർആനിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ നിനക്ക്? അയാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഖുർആൻ മുഴുവൻ ഞാൻ പറഞ്ഞു, ഒരൊറ്റ ആയത്തല്ല. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, റബ്ബനാ യവദ്ദുൽ ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. കാഫിരീങ്ങൾ ചിലപ്പോൾ അവർ ആഗ്രഹിക്കാറുണ്ട്, മുസ്ലിം ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ആ ഒരൊറ്റ ആയത്തല്ല, അത് ഒരായത്തിൽ എനിക്ക് ഓർമ്മ. നമുക്കൊരു മനുഷ്യൻ പെണ്ണ് കണ്ടിട്ടാണ് പറ്റുമായിരുന്നു. ഒരു മനുഷ്യനെ എന്താണ് അവന്റെ ഹൃദയത്തെ തകർത്ത് കളയുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുക നമ്മൾ ഇതിൽ സേഫാണ്, അതിൽ സേഫാണ്. ഒന്നിനും സേഫല്ല. മനുഷ്യർ നശിച്ചു പോകാനുള്ള വഴികൾ അതിനു മാത്രമുണ്ട്. താക്കീതോടുകൂടി, തയ്യാറെടുപ്പോടുകൂടി, പേടിയോടുകൂടി നിൽക്കുക എന്ന് ആവശ്യമാണ്. അതിനുമാത്രം പിഴപ്പിക്കാൻ ഇന്ന് നമ്മൾ പിഴക്കണമെങ്കിൽ അധികമൊന്നും വഴി വേണ്ട. ഒരു കൈയൊന്നിങ്ങനെ ആക്കി അടുത്ത വീഡിയോ എന്താണെന്ന് പറയാൻ പറ്റില്ല, എന്താ കാണാൻ പോകുന്നത്. നമ്മളെ ദീന് മൊത്തത്തിൽ സംശയത്തിലാക്കി കളയാൻ പറ്റിയ എന്തെങ്കിലും ചിലപ്പോൾ അടുത്ത് വരും. എന്താണ് അടുത്തത് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് എന്ന് അറിയാൻ പറ്റാത്തൊരു കാലത്തിലാണ് നമ്മളുള്ളത്. ദുആ അധികരിപ്പിക്കാൻ സാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയവർ കാണാം. അവരുടെ കിടപ്പറകളിൽ ഉറക്കമില്ലാതെയാക്കിയത് ഈ കാര്യമാണ്. തൗഹീദ് നഷ്ടപ്പെട്ടു പോകുന്നു, ഇസ്ലാമിന് പഴച്ചു പോകുന്നു. ഇന്ന് നിങ്ങൾ നോക്കൂ, ശിർക്കിന്റെ വടികൾ അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തിൽ വരെ ഇന്ന് പ്രകടമാണ്. പണ്ടത്തെ കാലത്തെ പോലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയമല്ല എന്നുള്ളത്. ഇന്ന് ചില ആളുകൾ പറയുന്നത് ഇന്നോ മുദബ്ബുറുൽ ആലമാണ്, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ചെങ്ങാതിയാണ് എന്നുവരെ പറയാൻ ഇസ്ലാമിന്റെ പേര് പോരുന്ന ആളുകൾ പേടിയില്ലാതെയായിരിക്കും.
അങ്ങനത്തെ ഒരു കാലത്ത് നമ്മൾ മക്കയിലെ മുശ്രിക്കുകൾ വരെ അത് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ തൗഹീദിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവോട് പ്രാർത്ഥിച്ചേ മതിയാവും. റബ്ബേ, ഒരിക്കലും നീ എന്റെ ദുആ തട്ടരുത്. മുസ്ലിമായിട്ടല്ലാതെ എന്നെ മരിപ്പിക്കരുത്. തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹു എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തരുത്. ഒരിക്കലും ഇസ്ലാമിലല്ലാതെ എന്നെ മരിപ്പിക്കരുതേ. നല്ല പേടിക്കണം നമ്മൾ. പഠിച്ചു പോകുന്നു. രണ്ടാമത്തെ കാര്യം തൗഹീദാണ്. മൂന്നാമത്തെ കാര്യം ഞാൻ സൂചനകൾ മാത്രം പറഞ്ഞു, നിങ്ങൾക്ക് പഠിക്കേണ്ട വിഷയങ്ങൾ കൂടിയാണ്. മൂന്നാമത്തെ കാര്യം സഹോദര, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുള്ള ബാധ്യതയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോളം നമുക്ക് ബന്ധമുള്ള ഒരു സൃഷ്ടി വേറെയില്ല. നമ്മുടെ വാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, മക്കളേക്കാൾ, നമ്മുടെ സഹോദരങ്ങളെക്കാൾ, കുടുംബത്തെക്കാൾ, സർവരേക്കാളും നമുക്ക് വലുത് നമ്മുടെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറയുന്നു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലാ ബിൽ മുഅ്മിനീൻ മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾക്ക് അവരോട് അവരുടെ സ്വന്തങ്ങളെക്കാൾ അടുപ്പമുള്ളത് അല്ലാഹുവിന്റെ റസൂലിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ബന്ധം നോക്കുന്നു. നമ്മുടെ സ്വന്തത്തെക്കാൾ നമുക്ക് വിലയുള്ളത് അല്ലാഹുവിന്റെ റസൂൽ. തൽഹ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വലയം ചെയ്ത് മുശ്രിക്കീങ്ങൾ അമ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് അദ്ദേഹം പറഞ്ഞത്, നബിയെ, പുറത്തേക്ക് തല കാണിക്കരുത്. നഹ്രീ ദൂന നഹ്രി. അങ്ങേക്ക് നേരെ വരുന്ന അമ്പുകൾ അതിനിടയിലുള്ളത് എന്റെ നെഞ്ചാണ്, എന്റെ ഹൃദയമാണ്. അങ്ങയുടെ മുയൽ പതിക്കാൻ പാടില്ല. ജീവൻ നൽകിക്കൊണ്ടാണ് അവർ അല്ലാഹുവിന്റെ റസൂലിനെ സംരക്ഷിച്ചത്. അതുകൊണ്ടാണ് ഉഖബത്ത് ബിൻ ആമിർ അദ്ദേഹം ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സന്ധി എഴുതാൻ വേണ്ടി, അദ്ദേഹം മുശ്രിക്കാൻ സന്ധി എഴുതാൻ വേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അവിടുത്തെ അടുക്കൽ സഹാബികൾ നിൽക്കുന്ന അദ്ദേഹം കണ്ടു. അന്ന് അദ്ദേഹം സഹാബികളെ അവരുടെ വികാരം ഇളക്കി വിടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, മുഹമ്മദ്, നിന്റെ വിചാരം ഈ നിൽക്കുന്ന ആൾക്കാർ നിന്റെ പുറകിൽ ഉണ്ടാവുന്നതാണോ? യുദ്ധം വന്നു ഇവരൊക്കെ ഓടിക്കളയും. അത് സഹാബികളുടെ മനസ്സ് വേദനിപ്പിച്ചു. നബിയെ വിട്ടു ഞങ്ങൾ പോവേ. അതുകൊണ്ട് തന്നെ അവർ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ആദരവ് വീണ്ടും ശക്തമായി പ്രകടിപ്പിച്ചു. ഉഖബത്ത് ബിൻ ആമിർ അദ്ദേഹം പിന്നീട് മുശ്രിക്കുകളുടെ അടുത്തേക്ക് തിരിച്ചു പോയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പല രാജാക്കന്മാരുടെയും അടുത്ത് നിവേദക സംഘങ്ങളിൽ പോയിട്ടുണ്ട്. ഞാൻ കിസ്റയെയും കൈസറിനെയും കണ്ടിട്ടുണ്ട്. അവരുടെ ആളുകളിൽ ഒരാൾ പോലും കിസ്റയെയും കൈസറിനെയും പോലും ഇതുപോലെ ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾക്ക് ഉണ്ടായിരുന്ന ആദരവാണ്. ഖുർആനിൽ ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദൈല്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ്. അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ മറികടക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽഖൗലി കജഹരി ബഅദികും ലിബഅദ്. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തിന് മുകളിൽ ശബ്ദമുയർത്തരുത്. ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് അല്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മുകല്ലിമുക കഅഖി സറായ. രഹസ്യം പറയുന്ന ആൾക്കാരോട് രഹസ്യം പറയുന്നത് പോലെ അല്ലാതെ ഞങ്ങൾ ഇനി സംസാരിക്കുന്നത്. രഹസ്യം പറയുന്ന ആൾ സംസാരിക്കുന്നത് പോലെ അല്ലാതെ നബിയെ, ഇനി അങ്ങയോട് ഞങ്ങൾ വർത്തമാനം പറയുന്നത്. അവർക്ക് പേടിയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വരുമ്പോഴതാ തന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശബ്ദം കേൾക്കുന്നു. ഉച്ചത്തിൽ സംസാരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് വീട്ടിലേക്ക് കയറി വന്നുകൊണ്ട് ആയിഷയെ അടിക്കാനുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് നീ ശബ്ദമുയർത്തുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടയിൽ കയറി നിന്ന് അവിടുന്ന് അബൂബക്കറിനെ തടഞ്ഞു. നോക്കൂ, സ്വന്തം മകളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുർമത്ത്, അവിടുത്തേക്കുള്ള പവിത്രത അത്രയാണ് അവർ കണ്ടിരുന്നത്. ശബ്ദം അവിടുത്തെ ശബ്ദത്തിന് മുകളിലാകാൻ പാടില്ല. പിൽക്കാലഘട്ടത്തിൽ
ഇമാം മാലിക്കിനെ പോലെ പണ്ഡിതന്മാർ പറഞ്ഞതേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന വേളയിൽ അത് പറയുന്ന ആളുടെ ശബ്ദത്തിന് മുകളിൽ കേൾക്കുന്ന ആൾ ശബ്ദം എത്താൻ പാടില്ല എന്ന് ഉലമാക്കളിൽ ചില പറഞ്ഞതേക്കാണ്. പറയുന്ന ആൾ, ഹദീസ് പറയുന്ന ആള് അയാളേക്കാൾ ശബ്ദം കേൾക്കുന്ന ആൾക്കുണ്ടാവാൻ പാടില്ല. ഹദീസ് പറയുന്ന ശബ്ദം താഴ്ത്തണം, വർത്തമാനം അതിനേക്കാൾ ഉച്ചത്തിൽ പറയണം. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനുള്ള വില കാരണത്താണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തിന് മുകളിൽ ശബ്ദമുയർത്താൻ പാടില്ലെങ്കിൽ ഇബ്നു ഖയ്യിം പറഞ്ഞതുപോലെ അതിനേക്കാൾ ഗുരുതരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് മുകളിൽ നിന്റെ അഭിപ്രായങ്ങളും നിന്റെ എതിർപ്പുകളും പറയുക എന്നുള്ളത്. അത് അതിനേക്കാൾ ഗൗരവമുള്ളതാണ്. ശബ്ദമുയർത്തുക എന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ്. കാരണം ഒരാൾ ശബ്ദം അറിയാതെ ചിലപ്പോൾ കൂടിപ്പോകും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഇങ്ങനെ ചെയ്യണമെന്ന് പറയാം, നീ പറയാ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് നീ കാലത്തേക്ക് യോജിക്കില്ല, അതല്ലെങ്കിൽ നീ പറയാം ഇതൊന്നും സയൻസിന് യോജിക്കില്ല, ഇതൊന്നും ബുദ്ധിക്ക് യോജിക്കില്ല, ഇതൊന്നും എൻ്റെ ഈ കാലഘട്ടത്തിലെ സ്റ്റാറ്റസിന് യോജിക്കില്ല. ചില ആൾക്കാർ ഭക്ഷണം കഴിക്കുമ്പോൾ ചെയ്യുന്നത് പോലെ ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, ഇടത്തേക്ക് കഴിച്ചു. അപ്പൊ അവിടുന്ന് പറഞ്ഞു കുൽ ബി യമീനി, ഇടത്തേക്ക് കഴിക്കാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു ലാ അസ്തതിഅ, എനിക്ക് സാധിക്കില്ല. മാ മനഅഹു ഇല്ലൽ കിബ്ർ, അഹങ്കാരമല്ലാതെ മറ്റൊന്നും അവനെ അതിൽ നിന്ന് തടഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നീ വലത്തേക്ക് തിന്ന് പറഞ്ഞപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് പറ്റില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എനിക്ക് സാധിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് അവൻ തന്റെ വലതു കൈ തന്റെ വായിലേക്ക് ഉയർത്തിയിട്ടില്ല. അവൻ തന്റെ വലതു കൈ വായിലേക്ക് ഉയർത്തിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധിക്കാരം പറയലാണ് അവിടുന്ന് ഒരു കാര്യം കൽപ്പിച്ചതിന് എതിര് പറയാൻ. അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത്. എന്റെ വാപ്പ പറഞ്ഞതിനൊക്കെ എത്ര വില ഉണ്ടാവും, ഉമ്മ പറഞ്ഞ എത്ര വില ഉണ്ടാവും. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു വാക്കിന് എതിർ പറയുക എന്നത് അത് ബുദ്ധി കൊണ്ടാകട്ടെ നിന്റെ അഭിപ്രായങ്ങൾ കൊണ്ടാകട്ടെ തീരുമാനങ്ങൾ പറ്റൂല. അള്ളാഹുവിന്റെ റസൂലാണോ പറഞ്ഞത് കേട്ടിരിക്കണം, അനുസരിച്ചിരിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലാഹുവും റസൂലും നിങ്ങളെ ഒരു കാര്യത്തിലേക്ക് ക്ഷണിച്ച ഇസ്തജീബു, ഉത്തരം നൽകുക. അല്ലാഹു പറഞ്ഞു ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ. മുഅ്മിനാണോ? ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ ഇത്ര മാത്രമേ പറയൂ. അല്ലാഹുവും റസൂലും അവരെ ഒരു കാര്യത്തിലേക്ക് ക്ഷണിച്ചാൽ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ഇതല്ലാതെ ഒരു വാക്ക് അവർ പറയുകയില്ല. ആരാ പറയുന്നത്? അല്ലാഹു പറയാൻ. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, അവർ മുഅ്മിനാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നബി അങ്ങയുടെ അടുത്തേക്ക് അവർ വിധി തേടി വരാതെ അവർ മുഅ്മിനാവുകയില്ല. മാത്രമല്ല പോരാ, അത്ര ചെയ്താൽ പോരാ, പിന്നെയോ ആ പറഞ്ഞ് താങ്കളുടെ വിധി അവർ സ്വീകരിക്കണം, അതിന് പരിപൂർണമായി കീഴൊതുങ്ങുകയും വേണം. അതല്ലാതെ ഒരു മുഅ്മിനാവുകയില്ല. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അത്രയധികം ബാധ്യതയുണ്ട്. അല്ലാഹു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബാധ്യത നമുക്ക് അവിടുത്തോടെ ഉള്ളത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നിസ്കാരം ഇത്ര ലളിതമായത് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശ്രമം കൊണ്ടാണ്, അവിടുന്ന് ദുആ ചെയ്തതുകൊണ്ടാണ്. ഈ ദീൻ ഇത്രയധികം എളുപ്പമായതിന് പിറകിലെ കാരണങ്ങളിൽ പല കാരണങ്ങൾ. ഒരു കാരണം അല്ലാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ട് അവിടുത്തെ എത്രയോ കാരണങ്ങൾ. തറാവീഹ് നിസ്കാരത്തെ ഹദീസിൽ കേട്ടിട്ടില്ലേ? തറാവീഹ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നിസ്കരിക്കാൻ വന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള നമ്മുടെ ബാധ്യത ചെറുതല്ല, വളരെ വലിയ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ അത് അനുസരണത്തിന്റെ ഏറ്റവും ശക്തമായ രൂപത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹം അതാ തന്റെ വിരലിൽ സ്വർണത്തിന്റെ ഒരു മോതിരം ധരിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തേക്ക് ചെന്നു വിരലിൽ നിന്ന് ആ മോതിരം അങ്ങ് ഊരിയെടുത്തു, ചേർത്തു.
എന്നിട്ട് അവിടുന്ന് പറഞ്ഞു യഅ്മിദു അഹദുകും ഇലാ ജമറത്തിൻ മിന്നാർ ثم يجعلها في يده. ചില ആൾക്കാർ നരകത്തീ കൊണ്ടുള്ള ഒരു വളയം ഉണ്ടാക്കിയിട്ടാണോ അത് കയ്യിലിട്ട് ഇട്ടു വെക്കുന്നത് എന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. അവിടുന്ന് മോതിരം വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് നിന്ന സഹാബിമാരിൽ ചിലർ പറഞ്ഞു, ഞാൻ മോതിരം വലിച്ചെറിഞ്ഞ മോതിരം എടുത്തോ, എന്നിട്ട് വിൽക്കുകയോ അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. അയാൾ പറഞ്ഞു, വല്ലാഹി അല്ലാഹു തന്നെ സത്യം, ലാ അഖുദു ശൈഅൻ തറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ വലിച്ചെറിഞ്ഞ ഒരു കാര്യം ഞാൻ ഇനി ഒരിക്കലും എടുക്കുകയില്ല. അദ്ദേഹത്തെ സ്വതന്ത്രയായി വെച്ചു. അത് ദരിദ്രരായ ആളുകൾക്ക് പണം വെറുതെ ഒഴിവാക്കിയതല്ല, ഇത് സ്വതന്ത്രയായി വെച്ചു. അദ്ദേഹം എടുത്തില്ല. അല്ലാഹുവിന്റെ റസൂൽ വലിച്ചെറിഞ്ഞ ഒരു കാര്യം ഞാൻ എടുക്കുകയുണ്ടാവുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് പലപ്പോഴും ആളുകൾക്ക് ഈ ഫുഖഹാക്കൾ പണ്ഡിതന്മാർ പഠിപ്പിച്ച ഈ സുന്നത്ത് എന്ന പ്രയോഗം പലരെയും അമലുകൾ ചെയ്യുന്നതിൽ നിന്ന് പുറകോട്ടെടുക്കണം. ഫിഖ്ഹിന്റെ കിതാബുകളിൽ അല്ലെ ഇത് വാജിബാണ്, ഇത് സുന്നത്താണ്, ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചത് പലരെയും ഇബാദത്തുകൾ ഇല്ലാതെയാക്കുന്നതിനാണ് പ്രേരിപ്പിച്ചത്. ഫിഖ്ഹിന്റെ കിതാബുകളിൽ അത് പറയുന്നതിന്റെ കാരണം എന്താണ്? എന്തിനാ അവരത് പറയുന്നത്? അവരൊരിക്കലും ഇത് പറഞ്ഞത് അമൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഒരു അമൽ, ഉദാഹരണത്തിന് നിസ്കാരം. അപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് തക്ബീർ ചൊല്ലിയാൽ പൊതുവെ നമ്മൾ ചൊല്ലാറുള്ള സലാത്തുൽ ഇസ്തിഫ്താഹാണ്, പ്രാരംഭ പ്രാർത്ഥന. അങ്ങനെ ഏതെങ്കിലും ഒരു ദിക്ർ ചൊല്ലും. ഈ ദിക്ർ അത് ഒരാൾ ചൊല്ലാതെ മറന്നുപോയാൽ അയാളുടെ നിസ്കാരം അയാൾ മടക്കണോ, സഹുവിന്റെ സുജൂദ് ചെയ്യണോ, വേണ്ടതില്ല. അത് സുന്നത്താണ്. നിസ്കാരത്തിൽ അത് ഒഴിവായി പോയാൽ നിസ്കാരം മടക്കേണ്ടതില്ല. അയാൾ നിസ്കാരത്തിൽ പിന്നെ സഹുവിന്റെ സുജൂദ് നിർബന്ധമായി ചെയ്യേണ്ടതില്ല. ഇങ്ങനെയുള്ള വിധിവിലക്കുകൾ പഠിപ്പിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് അവർ സുന്നത്ത് എന്ന് വേർതിരിച്ചറിയിച്ചത്. അതല്ലെങ്കിൽ സഹാബികളുടെ കാലഘട്ടത്തിൽ ഈ തരത്തിലുള്ള വേർതിരിവ് അമൽ ഉപേക്ഷിക്കാൻ വേണ്ടി അവർ ചെയ്തിരുന്നില്ല. ഇന്ന് പല ആൾക്കാർ ഇത് സുന്നത്താണോ ചോദിക്കുന്നത് തന്നെ എന്തിനാ? ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അത് സുന്നത്തല്ലേ തന്നെ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കേണ്ടത് എന്ന് അതിന് അർത്ഥമില്ല. സുന്നത്തിനെ ചെയ്യാനുള്ളതിനാണ് അതിന്റെ അർത്ഥം. അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് സുന്നത്തുകൾ. ചിലപ്പോഴൊക്കെ ജനങ്ങൾ വാജിബ് വരെ സുന്നത്തായിട്ട് മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന് താടി ഒടിക്കാതിരിക്കുക എന്നത് വാജിബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനേകം ഹദീസുകൾ അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ താടി വെറുതെ വിടണം. എത്രയോ ഹദീസുകളുണ്ട്, അതിലൊക്കെ കൽപ്പനകളാണുള്ളത്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ പൊതുവെ അതിന്റെ അർത്ഥം അത് വാജിബാണ്. വാജിബ് മാത്രമേ അവിടുന്ന് കൽപ്പനാരൂപത്തിൽ പറയുള്ളൂ. കൽപ്പിക്കുന്ന രൂപത്തിൽ പറയുക വാജിബിനാണ്. അത് പൊതുവെ അങ്ങനെയാണ് പറയാ. ചില പഠിച്ച കക്ഷികൾപ്പെട്ട് ചില അല്ലെങ്കിൽ ചില ആളുകൾ അവർ പറഞ്ഞു അല്ല, കൽപ്പന എല്ലപ്പോഴും വാജിബാവുക എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യന്മാർക്കിടയിൽ പോലും പൊതുവെ കൽപ്പിക്കുന്നത് വാജിബിനാണ് അറിയിക്കാൻ. ഒരു ഉസ്താദ് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയോട് പറയാം, വെള്ളം എടുത്ത് ക്ലാസ് എടുത്ത് കൊണ്ടുവന്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേണമെങ്കിൽ എടുത്താൽ മതി. അല്ല, കൊണ്ടുപോവാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൊണ്ടുവരണമെന്നാണ്. ഒരു ഉസ്താദ് കുട്ടികളോട് പറഞ്ഞാൽ അല്ലേ, മലയാളത്തിൽ വരെ അങ്ങനെ, നീ അത് ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടുവരാതെ അവിടെ ഇരിക്കാണ്. അത് എന്നിട്ട് കുറച്ചിറങ്ങിയിട്ട് പറയാം, നിങ്ങൾ പറഞ്ഞിട്ടല്ലോ, നിർബന്ധമൊന്നും പറഞ്ഞില്ലല്ലോ, കൊണ്ടുവരാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, മണി കൊടുത്താൽ പോരെ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. കൊണ്ടുവരിക കൽപ്പിച്ചാൽ പൊതുവെ അതിന്റെ സ്വാഭാവികമായ അർത്ഥം നിർബന്ധം എന്നല്ല. നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന് താടി വെറുതെ വിടണം. ഒരിക്കൽ പോലും അവിടുന്ന് താടി വെട്ടുകയോ വടിക്കുകയോ ചെയ്തിട്ടില്ല. സ്വഹാബികളിൽ ഒരാൾ പോലും അത് ചെയ്തിട്ടില്ല. 3 തലമുറയിൽ 3 നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു കാര്യം അറിയപ്പെട്ടതേയില്ല മുസ്ലിങ്ങൾക്കിടയിൽ. സഹോദരങ്ങൾ, അതി ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇസ്ലാമിന്റെ അടയാളമാണ്, ഇസ്ലാമിന്റെ ഇസ്സത്തിൽപ്പെട്ടതാണ്. ഒരു മുസ്ലിമിനെ വേർതിരിച്ചു നിർത്തുന്ന കാര്യമാണ് ഹിജാബ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഹിജാബ് സഹോദരങ്ങൾ എത്ര ഗൗരവമുള്ള കൽപ്പനയാണ്. അള്ളാഹു അവർക്ക്
അതിന് ഗൗരവം എത്രയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവർക്കുള്ള ഹിജാബിന്റെ ആയത്ത് അവതരിപ്പിച്ചു. അവർ അവരവരുടെ ജിൽബാബുകൾ അവരുടെ ശരീരത്തിലേക്ക് മുഴുവൻ മറച്ചിടട്ടെ എന്ന ആയത്ത് അവതരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റഹിമല്ലാഹു നിസാഅൽ മുഹാജിറാത്ത്, മുഹാജിറുകളായ സ്ത്രീകളോട് അള്ളാഹു കരുണ ചൊരിയട്ടെ. എന്ത് മുഹാജിറുകൾക്കുള്ള പ്രത്യേകത? അവർ മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിലേക്ക് വന്നതാണ്. എന്താ പലായനത്തിന്റെ പ്രശ്നം? വലിയത് പൈസ ഉണ്ടാവില്ല, കയ്യിൽ ദരിദ്രരായിരിക്കും, പലായനം ചെയ്തവരാണ് അല്ലെ. ഒരു പിന്നെ സമ്പത്തിനോ സൗകര്യങ്ങൾക്കോ വേണ്ടി വന്നല്ല, അവരുടെ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ചു വന്നെത്തിയവരാണ്. കയ്യിൽ പണം ഉണ്ടായിരിക്കുകയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയും, മുഹാജിറുകളായ സ്ത്രീകൾ ഈ ആയത്ത് കേട്ടപ്പോൾ അവർ തങ്ങൾ കിടക്കാൻ ഉപയോഗിച്ചിരുന്ന വിരിപ്പ് കീറി അത് തങ്ങളുടെ വസ്ത്രത്തിൽ തുന്നിപ്പിടിപ്പിച്ച് അവർ ശരീരം മറച്ചു. എങ്ങനെയുണ്ടായിരിക്കും ഒരു സ്ത്രീ അവൾ കിടക്കാൻ ഉപയോഗിക്കുന്ന വിരിപ്പ് തന്റെ വസ്ത്രത്തിൽ തുന്നിപ്പിടിപ്പിച്ച് പുറത്തിറങ്ങിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും അതിന്റെ കോലം? നോക്കൂ. എന്നിട്ടും അവർ ഹിജാബ്, അവർക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങൾ വേറെ വസ്ത്രമൊന്നുമില്ല, ഇത്രേ വസ്ത്രമുള്ളൂ. ഹിജാബിന്റെ കൽപ്പന പറഞ്ഞാൽ പുതിയ ഡ്രസ്സ് വാങ്ങിക്കാൻ പണം വേണ്ടേ, ഞങ്ങൾ മുഹാജിർ വന്നിട്ടല്ലേ ഉള്ളൂ എന്ന് അവർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. ഇതൊരു പറഞ്ഞില്ല. അവരതിന് പരിഹാരം കണ്ടെത്തിയത് തങ്ങളുടെ വിരിപ്പുകൾ കീറിയെടുത്ത് അതുകൊണ്ട് ശരീരം മറക്കാനാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് അവരുടെ അനുസരണത്തിന്റെ രൂപം അതായത്. ഇന്ന് നമുക്ക് വസ്ത്രം ഇല്ലാഞ്ഞിട്ടല്ല, പണം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്താ നമ്മുടെ അവസ്ഥ? സ്ത്രീകളുടെ ഹിജാബിന്റെ അവസ്ഥ എന്താ? ആ കാര്യത്തിൽ അവരെ ശ്രദ്ധിക്കേണ്ട പുരുഷന്മാരുടെ കാര്യം എന്താ? എത്ര മോശമായ അവസ്ഥയിലാണ് കടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മുസ്ലിമായ സ്ത്രീകൾ പലരുടെയും നടത്തും. എത്ര മോശമാണ് ആലോചിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മോശമായി ശപിച്ച ആളുകളിൽ പെട്ടവരാണ്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പള്ളിയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീ പള്ളിയിലേക്ക് വന്നു, അല്ലെങ്കിൽ പള്ളിയുടെ അടുത്ത് കൂടെ നടന്നുപോയി. അവർ ഒരു നടന്നുപോയപ്പോൾ അവരുടെ സുഗന്ധം പുറത്തേക്ക് അടിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഇത്തരക്കാരെ ശപിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ അവളുടെ ശരീരത്തിൽ അത്തർ പുരട്ടിക്കൊണ്ട് മറ്റുള്ളവർക്ക് മണക്കാൻ കഴിയുന്ന വിധത്തിൽ പുറത്തിറങ്ങിയാൽ അള്ളാഹു അവരെ ശപിച്ചിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശപിച്ചിട്ടുണ്ട്. എത്ര ഗൗരവമുള്ള, പുറത്തേക്ക് ഇറങ്ങിയാൽ പുരുഷന്മാർ ധരിക്കുന്നതിനേക്കാൾ കടുത്ത സുഗന്ധങ്ങൾ സ്ത്രീകൾ ധരിക്കുന്നുണ്ടെങ്കിൽ നടന്നു പോയി കഴിഞ്ഞാൽ അത്രയും മണമാണ്. ഇതാരെയും വാങ്ങിച്ചു കൊടുക്കുന്നത്? മുസ്ലിങ്ങളായ ഭർത്താക്കന്മാരെ. എത്ര ഗൗരവമുള്ള, അല്ലാഹുവിന്റെ റസൂലും എത്ര ഗൗരവത്തിൽ പറഞ്ഞ കൽപ്പനകളാണ് ഇത്. ഇത് പരസ്യമായിട്ടാണ് ലംഘിക്കപ്പെടുന്നത്, വീട്ടിന്റെ ഉള്ളിലല്ല, പരസ്യമായിട്ട് ഇത് ലംഘിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും യുദ്ധം പ്രഖ്യാപിക്കുന്ന വിധത്തിൽ മുസ്ലിം സമൂഹം ഇത്തരം കാര്യങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ ധിക്കരിക്കുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. എന്നിട്ട് നമ്മൾ ചോദിക്കണം, എന്താ മുസ്ലിങ്ങൾക്ക് ഇത്ര പരീക്ഷണം? എന്താ ഈ നാട്ടിൽ ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് കുഴപ്പം? എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ എല്ലായിടത്തും അടിച്ചമർത്തപ്പെടുന്നത്? നമ്മൾ തന്നെ ചോദിക്കണം. അല്ലാഹു പറഞ്ഞ സത്യമാണ്. ഉഹദ് യുദ്ധത്തിൽ യുദ്ധം അല്ലെ, ഉഹദ് യുദ്ധം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ചരിത്രം അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളുമായ യുദ്ധത്തിൽ അതിന്റെ മധ്യത്തിൽ അവർക്ക് ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. 70 സഹാബികൾ കൊല്ലപ്പെട്ടു. ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബും മുസ്അബ് ഇബ്നു ഉമൈറും ജാബിർ ഇബ്നു വാപ്പയും ഒക്കെ മരണപ്പെട്ടത് ആ സംഭവത്തിലാണ്. 70 സഹാബിമാർ. അങ്ങനെ ഈ 70 സഹാബിമാർ മരിച്ചപ്പോൾ സഹാബികളിൽ ചിലരുടെ മനസ്സിൽ അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ നമുക്കിടയിലുണ്ട്, നമ്മൾ സത്യത്തിന്റെ വക്താക്കളാണ്, അപ്പുറത്തുള്ളതാകട്ടെ ശിർക്കിന്റെ കൊലകൊമ്പന്മാരായ നേതാക്കന്മാരാണ്, അവര് നരകത്തിലാണ്, നമ്മൾ സ്വർഗത്തിലാണ്, സത്യത്തിന്റെ വക്താക്കളാണ്, എന്നിട്ടും എങ്ങനെ നമുക്ക് പരാജയം ഉണ്ടായി? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനവർക്ക് മറുപടിയായി ആയത്ത് അവതരിപ്പിച്ചു. അവലമ്മാ അസറാബത്കും മുസീബത്തുൻ ഖദ് അസബതും മിസ്ലൈഹാ ഖുൽതും അന്നാ ഹാദാ ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും. നിങ്ങൾക്ക് ഒരു മുസീബത്ത് പ്രയാസം ബാധിച്ചപ്പോൾ
നിങ്ങൾക്ക് ബാധിച്ചതിന്റെ ഇരട്ടി നിങ്ങളുടെ ശത്രുക്കൾക്ക് ബാധിച്ചിട്ടുണ്ട്. കാരണം യഹൂദ യുദ്ധത്തിൽ 70 മുശ്രിക്കുകൾ മരിക്കുകയും 70 പേരെ തടവിലാക്കുകയും ചെയ്തിട്ടുണ്ട്. മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ 70 ആൾക്കാർ മരിച്ചിട്ടുണ്ട്, 70 ആൾക്കാരെ തടവിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ 70 ആൾക്കാർ മരിച്ചെങ്കിൽ അവരുടെ കൂട്ടത്തിൽ 70 ആൾ മരിക്കുകയും 70 ആൾ തടവിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്, അന്നഹാദ, ഇതെങ്ങനെ സംഭവിച്ചു? എങ്ങനെ നമുക്ക് ഈ പരീക്ഷണം ഉണ്ടായി? എങ്ങനെ നമ്മൾ ഈ പ്രതിസന്ധിയിൽ എത്തിപ്പെട്ടു? അത്ഭുതത്തോട് ചോദിക്കുകയാണെങ്കിൽ പറയുക നബിയെ, നിങ്ങളുടെ തന്നെ ഉണ്ടായില്ല, നിങ്ങളുടെ പ്രവൃത്തി കാരണത്താൽ സംഭവിച്ചതാണ്. 2 വിശദീകരണങ്ങൾ അതിന് പറയപ്പെട്ടത്. പ്രബലമായ ഒരു വിശദീകരണം നിങ്ങൾക്കറിയാം, ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരിൽ ചിലരെ ജബൽ റുമ എന്നറിയപ്പെടുന്ന മലക്ക് മുകളിൽ നിർത്തിയിരുന്നു. സൈന്യങ്ങൾ തമ്മിൽ പോരടിക്കുമ്പോൾ ഇവരൊരിക്കലും അവിടെ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവര് മുസ്ലിങ്ങളിൽ ചില വിജയമുണ്ടായപ്പോൾ ഗനീമത്ത് പെറുക്കുന്നത് കണ്ടപ്പോൾ അവര് വിചാരിച്ചു അന്ന് ഗനീമത്തിന്റെ വിധി ഇറങ്ങിയിട്ടില്ല, എത്ര ആൾക്കാർക്ക് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പൊ അവര് വിചാരിച്ചു ഇത് പെറുക്കുന്ന ആൾക്കാർക്ക് എല്ലാം കിട്ടും. അതുകൊണ്ട് അവരിൽ ചിലർ വിജയമുണ്ടായല്ലോ, ഇതാ മുശ്രിക്കുകൾ പിന്തിരിഞ്ഞു കൊടുന്നു എന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഗനീമത്ത് ലഭിക്കാൻ നഷ്ടപ്പെട്ടേക്കാം എന്ന പേടിയിൽ അവർ ചിലര് മലമുകളിൽ താഴ്ത്തിട്ടിറങ്ങി. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഖാലിദ് ഇബ്നുൽ വലീദ് മലയുടെ പുറകിലൂടെ വരികയും ബാക്കിയുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരെ വധിക്കുകയും മുകളിൽ നിന്ന് അമ്പുകയും ചെയ്തു. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഒരു പരിഭ്രാന്തരായി. അങ്ങനെയാണ് അതിന് പ്രശ്നമുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഞാൻ പറയുന്നത് വരെ ഈ മലമുകളിൽ താഴ്ത്തോട്ടിറങ്ങില്ല. അത് ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട കൽപ്പന മാത്രമാണ്, നിശ്ചിത സമയത്തേക്കുള്ള കൽപ്പനയാണ്. കലാകാലം മലന്റെ മുകളിൽ നിൽക്കണമെന്നില്ല. യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ മാത്രമേ അത് ബാധകമാകുന്നുള്ളൂ. ആ ഒരു കൽപ്പന ധിക്കരിച്ച്, യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു കൽപ്പന, അത് ധിക്കരിച്ചതിന്റെ ഫലമായിരുന്നു ഈ 70 ആളുകൾ മരണപ്പെട്ടത് എന്ന് അള്ളാഹു അറിയിക്കുന്നു. എങ്കിൽ നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ട കൽപ്പനകൾ ഒരു തവണയല്ല, 2 തവണയല്ല, രഹസ്യമായല്ല, പരസ്യമായി ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ലംഘിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിൽ നമുക്ക് എന്തുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അള്ളാഹുവിന്റെ കൽപ്പനകൾ ഈ രൂപത്തിൽ മുസ്ലിം ഉമ്മത്ത് ധിക്കരിക്കും. ചില ആൾക്കാർ ഇപ്പൊ പറയാൻ തുടങ്ങിയത് കല്യാണങ്ങളിൽ മറ്റ് സമുദായങ്ങളുടെ കല്യാണത്തെക്കാൾ മോശം മുസ്ലിങ്ങളെ കല്യാണം. അത്രയും വൃത്തികേടാണ് പല കല്യാണങ്ങളും നടക്കുന്നത്. എന്നിട്ട് ഈ കല്യാണങ്ങളിലൊക്കെ നമ്മൾ ഇതിന് കുറ്റം പറയുന്ന ആൾക്കാർ പലപ്പോഴും ആരായിരിക്കും? അവിടെ പോയിരുന്ന ആൾക്കാരുണ്ട്. ചില ആളുകളെങ്കിലും ഇതിന് കുറ്റം പറയുന്ന കല്യാണത്തിൽ പോയിട്ടാണ്, അവിടെ ഇറങ്ങിപ്പോരില്ല. കാർന്നവന്മാരായ ആൾക്കാർ പണ്ട് കാലത്തൊക്കെ എന്റെ ചെറുപ്പത്തിലേക്ക് ഓർമ്മയുണ്ടോ, വീഡിയോഗ്രാഫി ഉണ്ടെങ്കിൽ കല്യാണത്തിൽ മഹലിൽ ഒരാൾ പോകരുത് എന്ന് എഴുത്തു കൊടുക്കുക. ചെറുപ്പത്തിലേക്ക് ഓർമ്മ അങ്ങനെ ഉണ്ടായ സംഭവം. ഇന്നൊരാൾ പോവാതിരിക്കും, അവിടെ പോയിരിക്കും. ആ പാട്ടും കൂത്തും എല്ലാം കണ്ട് ചിലപ്പോ നല്ല താടിച്ച പള്ളി കമ്മിറ്റിയിലെ സെക്രട്ടറി പ്രസിഡന്റാണ് ഈ കാണുന്നത്. എങ്ങനെ ജനങ്ങൾ ഇത് ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ കരുതുന്നത്? ഇങ്ങനെ പരസ്യമായി അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിക്കപ്പെടുമ്പോൾ സഹോദരങ്ങളെ നമ്മെ എന്ത് ബാധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്? നമ്മുടെ പ്രശ്നം നമ്മൾ അനുഭവിച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇന്ത്യയിലെ എത്ര കാലത്തെ ജീവിതമുണ്ട് മുസ്ലിങ്ങൾക്ക്? നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കുള്ളത്. അന്ന് നമ്മളെക്കാൾ ന്യൂനപക്ഷമായിരുന്നു ഇവിടെയുള്ള മുസ്ലിങ്ങൾ, അല്ലേ? നിങ്ങളതിനേക്കാൾ എണ്ണം കുറവല്ലേ എടുത്താൽ. പക്ഷേ ഇസ്സത്തുള്ള ഒരു കാലഘട്ടം മുസ്ലിം ഉമ്മത്തിനോട് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പരീക്ഷണങ്ങൾ വരുന്നത്? അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പനകൾ ഉപേക്ഷിക്കുമ്പോൾ പരീക്ഷണങ്ങൾ കടുത്തുകൊണ്ടിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം അതാണ്, സുന്നത്തുകൾ പിൻപറ്റുന്ന സമയം ആൾക്കാരത് പറയണല്ലോ നിർത്തണം. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മുടെ ദീന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് അള്ളാഹു നമ്മുടെ മേലെ ഏൽപ്പിച്ച ബാധ്യതയാണ്. അതിൽ നമ്മൾ വരുത്തുന്ന കുറവ് നമ്മൾ പരിഹരിച്ചിരിക്കണം. പ്രത്യേകിച്ചും മസ്ജിദുകളുമായി ബന്ധപ്പെട്ട ആളുകൾ. ഒരു പള്ളി അള്ളാഹു നിങ്ങളുടെ നാട്ടിൽ സൗകര്യപ്പെടുത്തി നൽകുക എന്നത് ആ നാട്ടിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ ഏറ്റവും നല്ല വഴിയാണ്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ 5 നേരം ജമാഅത്തായി നിസ്കരിക്കാൻ മാത്രമുള്ള ഒരു സ്ഥലമല്ല, മറിച്ച് ഇസ്ലാമിന് മുസ്ലിമീങ്ങൾക്കുമുള്ള കേന്ദ്രമാണ്. അള്ളാഹുവിന്റെ ദീന് പഠിക്കാനോ ഒരാൾക്ക് ഖുർആൻ പഠിക്കണമെങ്കിൽ അത് സൗകര്യപ്പെട്ടില്ല. നമുക്ക് ഒരുക്കാൻ പറ്റുമെങ്കിൽ മസ്ജിദ് മുസ്ലിമീങ്ങളുടെ അടയാളമാണ്, നമ്മുടെ ദീനിന്റെ ചിഹ്നമാണ്.
5 നേരത്തെ നിസ്കാരത്തിന് മാത്രമല്ല ഇതുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ മസ്ജിദുകൾ ആയിരുന്നതുപോലെ ഇന്ന് കാലഘട്ടത്തിൽ നമുക്ക് ദഅവത്തിന് ഏറ്റവും അധികം ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കാനും ഏറ്റവും സഹായകരമായ പള്ളികളാണ്, മസ്ജിദുകളാണ്. അത് ഉപയോഗപ്പെടുത്താനുണ്ട്. എന്നാൽ സങ്കടകരമായ കാര്യം, ചിലപ്പോഴെങ്കിലും യുവാക്കളെയും കുട്ടികളെയും ഒക്കെ ദീനിൽ നിന്ന് അകറ്റാൻ കാരണമാകുന്നത് പള്ളികളാണ്. ഏതെങ്കിലും ഒരുത്തൻ കുട്ടികൾ ചെറുപ്പക്കാരെ ആരെങ്കിലും ഒരാള് ഒന്ന് നിസ്കരിക്കണമെന്നൊക്കെ ഒന്ന് തോന്നിയിട്ട് ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് വന്നാൽ പലപ്പോഴും പള്ളിയിലുള്ള ആളുകളുടെ പെരുമാറ്റം അവരുടെ വീട്ടിലേക്ക് ഞാൻ കയറുന്നത് പോലെയാണ്. സമ്മതമില്ലാതെ കുറച്ചു നേരം പള്ളിയിൽ അധികം ഇരുന്നാൽ പ്രശ്നം. ഈ പള്ളിയിൽ എങ്ങനെയാണെന്നല്ല, ചില പള്ളികളുടെ കഥ കേട്ടോ. നമ്മൾ ഈ പള്ളി അൽഹംദുലില്ലാഹ് അല്ലാഹു നല്ല രൂപത്തിൽ നിലനിർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. മസ്ജിദുകൾ അങ്ങനെ ആയിരിക്കണം. നമ്മളെ കൊണ്ട് ഒരാൾ ഒരിക്കലും പള്ളിയിൽ ഇറങ്ങിപ്പോയത്, ഒരാളുടെ ചരിത്രം ഇക്കാലത്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരല്ല എഴുതിയൊരു കുറിപ്പൊരിക്കൽ ഞാൻ വിളിച്ചു. ഒരു അറബിയാണ്. അയാൾ പറയും, ഞാന് 30-35 കൊല്ലം ഏതാണ്ട് എന്റെ ജീവിതത്തിൽ നിസ്കരിച്ചിട്ടില്ല. എന്താണ് നിസ്കരിക്കാതിരിക്കാണ്ടായ കാരണം? അയാൾ പറഞ്ഞു, ഞാൻ ചെറുപ്പത്തിൽ ഒരിക്കൽ പള്ളിയിൽ പോയപ്പോ പള്ളിയിൽ നിന്ന് ഒരാൾ എന്നെ ചീത്ത വന്നു. എന്തോ കുട്ടികളല്ലേ, ചിലപ്പോ എന്തോ കാണിച്ചില്ല. പള്ളിയിൽ നിന്ന് എന്തോ ഒരു ചീത്ത കേട്ടു. ആ കേട്ടതിന് ശേഷം പള്ളിയിൽ പോകുന്ന എനിക്ക് പേടിയായിരുന്നു. 10-35 കൊല്ലം ഞാൻ പിന്നെ പള്ളിയിൽ പോയിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു സമയത്ത് ഞാൻ എന്തോ കടയിൽ ഇരിക്കുക മറ്റോ ചെയ്യുമ്പോൾ പള്ളിയിൽ പോകുന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. ആ പള്ളിയിലൊക്കെ ഒന്ന് വന്നിട്ട് വിളിച്ചു. എന്താ അന്ന് പള്ളിയിൽ ഞാൻ കയറി, തിരിച്ച് കയറി. ആ കയറിയതിനു ശേഷം പിന്നെ ഒരിക്കൽ പോലും എൻ്റെ ജമാഅത്ത് ഞാൻ മുടക്കിയിട്ടില്ല. മാത്രമല്ല, ഞാൻ പള്ളിയിൽ വരുന്ന കുട്ടികളോട് ഏറ്റവും നന്നായിട്ടാണ് പെരുമാറാറുള്ളത്. എനിക്ക് അനുഭവമുണ്ട്. ചെറുപ്പത്തിൽ എന്നോടൊരിക്കലും ഒരാൾ മോശമായി പെരുമാറിയ 35 കൊല്ലത്ത് നിസ്കാരമാണ് പോയത്. എത്ര ആൾക്കാർ അങ്ങനെയുണ്ട്. കുട്ടികൾ ചിലപ്പോൾ പള്ളി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ആ സംഭവം എത്ര തവണ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു അറാബിയായ മനുഷ്യൻ മസ്ജിദുൻ നബവിയിലേക്കാണ് ഈ കയറി വരുന്നത്. അള്ളാഹുവിന്റെ റസൂലും സഹാബികളുമുള്ള ഒരു പള്ളി. അവിടെ വന്നിട്ട് ഒരു മൂലയിൽ അയാൾ മൂത്രമൊഴിച്ചു. അയാൾ മൂത്രമൊഴിച്ചത് പള്ളിനെ നിന്ദിക്കാൻ വേണ്ടിയിട്ടാണ്. പള്ളിനെ നിന്ദിക്കാൻ വേണ്ടി മൂത്രമൊഴിക്കുന്നതും അറിവില്ലാതെ സംഭവിക്കുന്നതിന്റെ വ്യത്യാസമുണ്ട്. നമ്മുടെ പലപ്പോഴും ഇന്ന് കാലത്ത് പള്ളിയിൽ ആർക്കെങ്കിലും അബദ്ധം പണിയുന്നുണ്ടെങ്കിൽ മിക്കതും അറിവില്ലാതെയാണ്. അല്ല പള്ളിനെ മോശമാക്കണമെന്നോ പള്ളിനെ നശിപ്പിക്കണമെന്നോ വിചാരിച്ചിട്ടല്ല. പല കുട്ടികളുടെ അവർക്ക് അറിയില്ല പള്ളിയിൽ അങ്ങനെ പെരുമാറുന്നത്. ഇതിനെ പഠിച്ചിട്ടുണ്ടാവില്ല. ഈ അറാബി അവിടെ നിന്ന് മൂത്രം ഒഴിച്ചു. സഹാബികൾ പറഞ്ഞു, നിർത്താൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അവനെ പ്രയാസപ്പെടുത്തരുത്, നിങ്ങൾ മൂത്രയിക്കട്ടെ. അവൻ മൂത്രം ഒഴിച്ചു. കാരണം എന്തുകൊണ്ടാണ്? 1-2-3 പ്രശ്നങ്ങൾ അതിലുണ്ട്. നമുക്ക് അവിടുത്തെ അങ്ങനെ പറയാനുള്ള കാരണം പണ്ഡിതന്മാർ പറഞ്ഞു. ഒന്ന്, അവന് മൂത്രം അവിടെ ഒഴിക്കരുതെന്ന് പിടിച്ചു വെച്ചാൽ സ്വാഭാവികമായിട്ടും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കും. അപ്പൊ മൂത്രം കുറെ സ്ഥലത്താണ്. ഇതിപ്പോ ഒരു സ്ഥലത്തേ ആവണം. 2, മൂത്രം പിടിച്ചു വെക്കുക എന്നത് പ്രയാസമാണ്. ഒഴിച്ചു തുടങ്ങിയ മൂത്രം പിടിച്ചു വെക്കുക എന്നത് പ്രയാസമാണ്, ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുക. 3, പേടിച്ചു കഴിഞ്ഞാൽ എന്താ ഇനി അടുത്ത് ചെയ്യാൻ പറയാൻ പറ്റില്ല. അങ്ങനെ പെട്ടെന്ന് എല്ലാവരും കൂടി ഒച്ചുണ്ടാക്കിയാൽ എന്താണ് ഇനി അടുത്ത് സംഭവിക്കാൻ പറയാൻ പറ്റും. മൂത്രം കിട്ടും. അവൻ അങ്ങനെ മൂത്രം പൂർണ്ണമായി ഒഴിച്ചു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിൽ ചിലരോട് പറഞ്ഞു, ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ചില റിവായത്തിൽ കാണാം അവിടുന്ന് തന്നെ ആ വെള്ളം എടുത്തിട്ട് നമുക്ക് അറാബിനോട് പറഞ്ഞില്ല, നീ വെള്ളം ഒഴിച്ചാൽ നടത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ ബക്കറ്റിൽ വെള്ളം എടുത്ത് ആ മൂത്രമുകൾ ഒഴിച്ചു. എന്നിട്ട് അവിടുന്ന് ആ അറാബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഈ മസ്ജിദ് ഇത് അള്ളാഹുവിന് ഖുർആൻ ഓതാൻ ദിക്ർ ചൊല്ലാൻ നിസ്കരിക്കാനും വേണ്ടിയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ മൂത്രമൊഴിക്കാൻ വൃത്തിയില്ലാത്ത കാര്യങ്ങൾ ഇതൊന്നും പാടില്ല, യോജിച്ചതല്ല. എന്തൊരു ആ അറാബിയെ അത് സ്വാധീനിച്ച രൂപം നിങ്ങൾ നോക്കൂ. നിസ്കാരം കഴിഞ്ഞപ്പോൾ ആ അറാബി പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ അർഹംനി വർഹം മുഹമ്മദ വലാ തർഹം മഅനാ അഹദ. അല്ലാഹുവേ, എനിക്കും മുഹമ്മദിനും നീ കരുണ ചൊരിയണേ, ഇവിടെ ഇരിക്കുന്ന മറ്റൊരാൾക്കും നീ കരുണ ചൊരിയണേ. സ്വാധീനിച്ചത് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ഹജ്ജർത വാസിഅൻ. വിശാലമായ അള്ളാഹുവിന്റെ കാരുണ്യം എനിക്കും നിനക്കും മാത്രമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഉണ്ടാവില്ല. ഇത്രയും വിശാലമായ കാരുണ്യമാണ്, അതൊരിക്കലും
അള്ളാഹു എന്റെ പ്രാർത്ഥന കൊണ്ട് ചുരുക്കുകയില്ല. ഒരു മസ്ജിദിൽ ഒരാൾക്ക് അറിവില്ലാതെ ഒരു കുട്ടിനേറ്റ് വന്നു, അറിയാതെ മൂത്രമായിപ്പോയി, സംഭവിക്കാവുന്ന കാര്യമാണ്. ഒരാൾ പോലും തന്റെ കുട്ടിയെ കൊണ്ടുവന്നിട്ട് പള്ളിയിൽ മൂത്രാക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ആൾക്കാർ ശ്രദ്ധിക്കണം, അത് വേറെ വിഷയം. പക്ഷെ ഒരാൾ പോലും ആഗ്രഹിക്കുന്നതല്ല, അബദ്ധത്തിൽ സംഭവിക്കുന്നതാണ്. പക്ഷെ പിന്നെ ഒരിക്കലും പള്ളി കയറാത്ത രൂപത്തിൽ അയാളെ ചീത്ത പറഞ്ഞാലോ, അല്ലെങ്കിൽ കുട്ടികൾ പള്ളിയിൽ വന്നാൽ പലപ്പോഴും അവരുടെ ഓടിക്കളി നല്ല രൂപത്തിൽ കുട്ടിയോട് പറഞ്ഞു പോനെ പള്ളിയാണ്, നമുക്ക് ശ്രദ്ധിക്കും, ഉച്ചണ്ടാക്കില്ല, നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? ഒരു തലമുറ ഒന്നാകെ പള്ളിയിൽ ഇല്ലാതെയാകും. ഒരു തലമുറ പള്ളിയിൽ നിന്നേ ഇല്ലാതെയാകും. അതുകൊണ്ട് ഇന്ന് പള്ളികൾ പലപ്പോഴും പോയാൽ അതിന് കുറച്ച് വയസ്സായ ആൾക്കാർ മാത്രമുണ്ട് പള്ളിയിൽ, ചെറുപ്പക്കാരും. മസ്ജിദുകളിലേക്ക് ആകർഷിക്കാവുന്ന ഒരു പെരുമാറ്റം പള്ളിയുടെ ആൾക്കാർക്ക് കാണണം. നമ്മൾ പള്ളിയുടെ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണ കാര്യം, നമ്മൾ അള്ളാഹുവിന്റെ ഭവനമാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മളെ വീടല്ല, അള്ളാഹുവിന്റെ ഭവനമാണ്. ഇവിടെ ഒരാൾ വരുന്നത് പിന്നെ ഒരിക്കൽ വരാതിരിക്കാൻ നമ്മൾ കാരണമായാൽ ഇത് പരലോകത്ത് നാളെ ഉത്തരം പറയേണ്ടി വരും. നമ്മളെന്തോ ശ്രദ്ധിക്കണം മസ്ജിദ് വരുന്ന ആൾക്കാർ. മസ്ജിദുകൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ദഅവത്തിനുള്ള കേന്ദ്രം, ഇവിടെ ഖുർആൻ പഠിക്കാൻ സൗകര്യം ഉണ്ടാവണം. അതൊക്കെ നമുക്ക് അതിനിപ്പോ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും അതിനിപ്പോ ഉസ്താദിനെ കൊണ്ട് എന്റെ പൈസ കൊടുക്കണ്ടേ. നിങ്ങൾക്ക് ഖുർആൻ വൃത്തിയിൽ ഓതാൻ അറിയുമെങ്കിൽ ഒന്നും ഓതാൻ അറിയാത്ത ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ എന്റെ മതിയില്ലേ, നിങ്ങൾ കുറച്ചേരം ഇരുന്നാൽ പോരെ. ഒരു ക്ലാസ് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ദീനിന്റെ കിതാബുകൾ ഏതെങ്കിലും എടുത്തിട്ട് സുബൈക്കേഷൻ വായിച്ചു കൊടുത്താൽ പോരെ. എന്തെങ്കിലും ഒന്നുമില്ലാത്തൊരു സ്ഥലമായി പള്ളി മാറാൻ. അങ്ങനെ മസ്ജിദുകൾ ഒരു നിലക്കും മുസ്ലിങ്ങൾക്ക് യാതൊരു ഉപകാരമില്ലാതെ, വെറും അഞ്ച് നിസ്കരിക്കാന്നല്ലാതെ വേറൊരു ഉപകാരമില്ല. അങ്ങനെ ആവരുത്. മസ്ജിദ് നമ്മുടെ കേന്ദ്രമായിരിക്കണം. ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഓടി വരാനുള്ള സ്ഥലം ഇതാണ്. അങ്ങനെ ആയിരിക്കണം പള്ളി. നമുക്ക് ഓരോ സ്ഥലത്തും പള്ളി ഒരു നാട്ടിൽ ലഭിച്ചിട്ട് അവിടെ ദഅവത്തിൽ കുറവ്, ആ നാട്ടിലുള്ള ആളുകളെ ഖൈറിലേക്ക് എത്തിക്കാൻ മസ്ജിദുകൾ ഉപയോഗപ്പെടുത്തും. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ മസ്ജിദുകളിലേക്ക് ആളുകൾ വന്നെത്തും. നമ്മളൊരു സെന്റർ ഉണ്ടാക്കിയിട്ട് സെന്ററിലേക്ക് ആളുകൾ വിൽക്കുന്ന പോലെ പള്ളിയിലേക്ക് ആൾക്കാർ വരും ദീന് കേൾക്കാൻ. ഇങ്ങനെ ക്ലാസ് ഉണ്ടാകുമ്പോൾ നമ്മളെ ചുറ്റുവട്ടത്തിൻ്റെ ആൾക്കാരൊക്കെ വിളിക്കുക, നമ്മൾ തന്നെ പോയിട്ട് വിളിക്കുക, കല്യാണത്തിന് വിളിക്കണ പോലെ. എന്നിട്ട് ആൾക്കാരെ വിളിച്ചു കൊടുത്തിട്ട് അവരെ എത്തിയിട്ട് കേൾക്കാം. ഒരാൾ നമ്മളെ കൊണ്ട് ഖൈറിലേക്ക് എത്തിയാൽ ഈ പള്ളിയുടെ ചുറ്റുള്ള ആൾക്കാർ ഖൈറിലേക്കായി, നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് എത്തുന്ന ഖൈറിന്റെ തുടക്കമാണ്. നമ്മൾ ശ്രദ്ധിക്കും. പള്ളി നമ്മൾ ഒരിക്കലും അള്ളാഹ് തന്ന നിഅമത്താണ്. ഇങ്ങനെ മസ്ജിദ് അള്ളാഹ് സൗകര്യപ്പെടുത്തുകയാണ്. ഇപ്പോൾ പല നാട്ടിലുള്ള ആൾക്കാരുണ്ട്, അവരൊക്കെ നാട്ടിൽ മസ്ജിദ് ഉണ്ടെങ്കിൽ ഈ മസ്ജിദുകാരെ ശ്രദ്ധിക്കും. മസ്ജിദ് ഖൈറിന്റെ കേന്ദ്രമായി മാറാൻ, ദഅവത്തിനുള്ള കേന്ദ്രമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. പള്ളിക്ക് വേറെ പ്രത്യേകത, പബ്ലിക്കിൽ സംസാരിക്കുന്ന പോലെയല്ല പള്ളിയിൽ സംസാരിച്ചത്. പള്ളിയിൽ ജനങ്ങൾ വരുന്നത് അള്ളാഹു ദിക്റില്ലാനും ഖൈർ സ്വീകരിക്കാൻ. നല്ല മനുഷ്യരെവിടെ വന്നിരിക്കോളും. അങ്ങാടിയിൽ ചിലപ്പോൾ സംസാരം കേൾക്കുമ്പോൾ ഓം വേറെ ഗ്രൂപ്പോ മറ്റോ വേറെ ഗ്രൂപ്പോ ഇങ്ങനെയുള്ള ചിന്തയിലാണ് ആൾക്കാർ എന്തെങ്കിലും പറയുന്നത് കേൾക്കാം. പള്ളിയിൽ അങ്ങനെയല്ല. മസ്ജിദിൽ ഒരാൾ കേൾക്കുമ്പോൾ സ്വീകരിക്കാനുള്ള മനസ്സോടുകൂടി ഇരിക്കണം. മസ്ജിദിന്റെ പ്രത്യേകതയാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ ഭവനമാണ്, അതിന്റെ ഖൈറുകളുടെ ഖൈറിലേക്ക് കുട്ടികളെ ഖൈറിലേക്ക് എത്തിക്കാൻ. ഞാൻ ചില പള്ളികളൊക്കെ കണ്ടു, നമ്മള് വിദേശ നാടുകളിലൊക്കെ എല്ലാ ദിവസവും ഒരു മാസം സുബഹി നിസ്കാരത്തിന് സ്ഥിരമായിട്ട് എത്തുന്ന കുട്ടികൾക്ക് പള്ളിന്റെ മുന്നിൽ തന്നെ ഉണ്ടാവും സൈക്കിൾ. സൈക്കിൾ കൊടുക്കാൻ പറ്റണമെന്നില്ല, സൈക്കിൾ വേണ്ട, ചെറുപ്പത്തിൽ കൊടുത്താലും മതി. ഒരു മാസം കൃത്യമായി പള്ളിയിലെത്തുന്ന ചെറിയ കുട്ടികൾക്ക് ഒരു ഗിഫ്റ്റ്. ഒരു പള്ളിയെ നിങ്ങൾക്ക് അങ്ങനെ സംവിധാനിക്കാൻ സാധിക്കും. ഖൈറിനുള്ള കേന്ദ്രമാക്കി മാറ്റാൻ പറ്റും. അടുത്ത ഒരു തലമുറയെ സംവിധാനിക്കാൻ മസ്ജിദ് ഉപയോഗപ്പെടുത്താൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്നിരുന്നാൽ സുബ്ഹ് നിസ്കാരത്തിന് ശേഷം സ്വഹാബികളോട് ചോദിക്കുമായിരുന്നു, തന്നെ ആരെങ്കിലുമൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? എന്നിട്ട് അവരെ സ്വപ്നം കേൾക്കും, എന്നിട്ട് വിശദീകരിച്ചു കൊടുക്കുമായിരുന്നു. ആരെങ്കിലും പള്ളിയിൽ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ വന്നിട്ടില്ലെങ്കിൽ ചോദിക്കും, ഞാനവിടെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല, നമുക്ക് അവിടുത്തെ ശ്രദ്ധ നോക്കും. അങ്ങനെയാണ് ഒരു മസ്ജിദ് ഉണ്ടാകേണ്ടത്. പള്ളി കമ്മിറ്റിയിലെ പ്രസിഡന്റ്, സെക്രട്ടറി അവർക്ക് ഇത് ശ്രദ്ധിക്കണം. പള്ളിയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരാൾ വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ അസുഖം ചോദിക്കാം, കുറച്ച് ദിവസം കാണുന്നതിനെ പറ്റി. ചിലപ്പോൾ നിന്റെ ഒരു വിളിയായിരിക്കും, അവർക്ക് കുറച്ച് ദിവസം ജമാഅത്തങ്ങൾ മിസ്സായി, പിന്നെ ചിലർക്ക് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോകും. നീ ഒരു വിളി വിളിച്ചാൽ ചിലപ്പോൾ അവൻ മരിക്കുന്നവരെ പിന്നെ ജമാഅത്ത് മിസ്സാക്കാതിരിക്കാൻ നിന്റെ ഒരു വിളി മതി.
നമ്മൾ ചിലരെങ്കിലും ചിലപ്പോൾ ശ്രദ്ധിക്കൂല. ചിലപ്പോഴെങ്കിലും പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് പള്ളിയിൽ വരുന്ന ആളായിരിക്കും അങ്ങോട്ടോട് പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. രണ്ടുപേർക്കും അങ്ങോട്ടോട് അറിയില്ല. മസ്ജിദിൽ വരുന്നവർ തമ്മിൽ ബന്ധമുണ്ടായിരിക്കണം, അവർക്ക് തമ്മിൽ പരസ്പര ബന്ധം ഹയറുണ്ടായിരിക്കണം. പള്ളികൾ സഹോദരങ്ങളെ ഹയറിനുള്ള കേന്ദ്രമാണ്. പല ഹയറും ഇവിടെ വർദ്ധിപ്പിക്കാൻ പറ്റും. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ ഹദീസ് അജീബായ ഹദീസാണ്. ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് വന്നെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദിലേക്ക് ഒരു മനുഷ്യൻ വന്നെത്തുമ്പോൾ, തബശ്ബശ എന്ന അർത്ഥത്തിന്റെ വാക്കിന്റെ അർത്ഥം കാലങ്ങളോളം കാണാതിരുന്ന ഒരു കൂട്ടുകാരൻ തിരിച്ചു വരുമ്പോൾ സന്തോഷിക്കുന്നത് പോലെ അള്ളാഹു സന്തോഷിക്കുന്നത്. മസ്ജിദിലേക്ക് ഒരാൾ തിരിച്ചു വരുന്നു, ഒരാൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുമ്പോൾ അള്ളാഹുവിന്റെ സന്തോഷം അങ്ങനെയാണ്. കാലങ്ങളോളം കാണാതിരുന്ന ഒരു ഉറ്റമിത്രത്തെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ സന്തോഷം, അതേപോലെ സന്തോഷം ഉണ്ടാവും. എന്താണത് ഹദീസിന്റെ അർത്ഥം? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുകൾ നമുക്ക് അത്രയും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഹയറിനുള്ള. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ സമയമാണെങ്കിലും ഇപ്പോൾ പള്ളിയിൽ ഇപ്പോൾ ബാത്റൂം വൃത്തിയേടായി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പലരും എന്താ പറയാ, വൃത്തിയില്ല, കമ്മിറ്റിക്ക് ശ്രദ്ധയില്ല. നിനക്ക് വൃത്തിയാക്കാം, പള്ളി കമ്മിറ്റിന്റെ മാത്രമല്ല അള്ളാഹുവിന്റെ പള്ളിയാണ്. നിനക്ക് വൃത്തിയാക്കാം, കുറച്ച് ബക്കറ്റിൽ വെള്ളം എടുത്ത് അവിടെ കഴിക്കാൻ മതി. അതിന് കമ്മിറ്റി വരുന്നവരെ നീ കാത്തിക്കേണ്ട കാര്യമില്ല. ഓരോ മുസ്ലിമിനും പള്ളിയോട് ബാധ്യതയുണ്ട്, കമ്മിറ്റിക്ക് മാത്രം ബാധ്യത. എത്രയോ പള്ളികൾ നമ്മൾ കയറിയിട്ട് വൃത്തിയില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ ചീത്തത്തിൽ പോയി. നിനക്ക് വൃത്തിയാക്കാം, പള്ളി അള്ളാഹുവിൻ്റെതാണ്. ഞാൻ അറിയുന്ന മരിച്ചു ഒരാൾ ഒരിക്കല് അദ്ദേഹത്തെ പറ്റി പറഞ്ഞ ഇതേപോലെ ഉറുമി പ്രാസിംഗ് എന്ന് അറിയപ്പെട്ട ആളാണ്. അദ്ദേഹം ഒരിക്കൽ ഇതേപോലെ പള്ളിയിൽ പോയി. എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു പള്ളിൻ്റെ പറയും. പള്ളിയിൽ പിന്നെ അന്ന് വന്ന് കിടന്നു. സുബഹിസ്കാരം കഴിഞ്ഞ് രാവിലെ ഞാൻ നിസ്കാരം കഴിഞ്ഞ് കുറച്ചൊരു കിടന്നു. ഉറക്കത്തിന് എഴുന്നേറ്റ് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ വലിയ പള്ളിയാണ്, തൃശ്ശൂർ വലിയ പള്ളി, ക്രിയാസനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ രാവിലെ അദ്ദേഹം കക്കൂസ് കഴുകണം. പള്ളിയിലുള്ള പൊതു കക്കൂസ് കഴുകണം. നമുക്ക് നമ്മൾ ക്ലാസ്സിങ്ങാണ്, ഞാൻ ക്ലാസ് എടുക്കണം, എനിക്ക് കക്കൂസ് കഴിക്കാൻ പറ്റാന്നല്ല. ഏതോ പള്ളിയാണ്. ഒരു പള്ളിയിൽ കയറിയാൽ അത് അള്ളാഹുവിന്റെ ഭവനമാണ്. നിന്റെ വീട് വൃത്തിയാക്കുന്നതിനേക്കാൾ ഗൗരവമില്ല അള്ളാഹുവിന്റെ വീട് വൃത്തിയാക്കുന്നത്. മസ്ജിദുകളോട് നമുക്കുണ്ടാകേണ്ട ബന്ധം ഇതായിരിക്കണം. പള്ളികളോടുള്ള ബന്ധം നമുക്കുണ്ടായിരിക്കേണ്ട ബന്ധം അങ്ങനെയായിരിക്കും. സഹോദരങ്ങളെ, ദഅവത്ത് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലഅൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ അൻ തകൂന ലക ഹുമുറുൻ നഅം. നിനക്ക് ധാരാളം ചുവന്ന ഒട്ടകങ്ങളെ ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ് ഒരു മനുഷ്യനെ നീ അല്ലാഹു അവന്റെ മാർഗത്തിലേക്ക് കൊണ്ട് ദീന്റെ മാർഗത്തിലേക്ക് എത്തിക്കാതെ. നമ്മൾ ഇന്ന് അതിൽ വളരെ കുറവിലാണ്, വളരെ പറകിലാണ്. എത്ര ചെയ്താലും നമ്മൾ പറകിലാണ്. നമ്മളത് ആ കുറവ് മാറ്റേണ്ടതുണ്ട്. നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ പരിചയക്കാരിലേക്കും മറ്റുമൊക്കെ ഹൈർ എത്തിക്കാൻ ഹൈറിന്റെ ആധിക്യം കൊണ്ട് ഷർറിനെ തോൽപ്പിക്കണം. ഇന്ന് ഷർറാണ് വിജയിച്ചു നിൽക്കുന്നത്. എൻ്റെ അടുത്ത് നോക്കിയ ഹറാമാണ്. അതിനിടയിൽ ഹൈർ അത് കൂടുതലാക്കിക്കൊണ്ട് വിജയിപ്പിക്കാൻ നമുക്കൊരു ശ്രമം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താൻ മുസ്ലിമീങ്ങളോട് നമ്മൾ പാലിക്കേണ്ട നസീഹത്താണ്. ഒരു പള്ളി ഉണ്ടായാൽ ഇപ്പൊ മസ്ജിദിന്റെ കാര്യം മാത്രമല്ല, മൊത്തത്തിൽ ഒരു മനുഷ്യൻ നീ മുസ്ലിമാണോ, ഇസ്ലാമിനോട് മുസ്ലിങ്ങളോട് നിനക്കൊരു കൂറുണ്ടായിരിക്കണം. അവരുടെ ഹൈറ് നിന്റെ ആഗ്രഹങ്ങളിൽ പെട്ടതായിരിക്കണം. ആരോടാണ് നസീഹത്ത് വേണ്ടത്? മുസ്ലിങ്ങളോടാണ് നസീഹത്ത് വേണ്ടത്. നിന്റെ ഗ്രൂപ്പിലുള്ളവരോട് മാത്രമല്ല, നിന്റെ ബന്ധത്തിലുള്ള ആൾക്കാരോട് മാത്രമല്ല. മുസ്ലിമാണോ അവരോട് നിനക്ക് നസീഹത്ത്. നമ്മളത് മറന്നുപോയിട്ട് കുറച്ചധികം കാലം അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതിനു മാത്രം വലയങ്ങളും ഇസ്ലാമിനുള്ളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സംസ്ഥാനം മാറുന്നതിനനുസരിച്ച്, ജില്ല മാറുന്നതിനനുസരിച്ച്, ഭാഷ മാറുന്നതിനനുസരിച്ച്, രാജ്യം മാറുന്നതിനനുസരിച്ചൊക്കെ നമുക്ക് മുസ്ലിമീങ്ങളോടുള്ള ബന്ധങ്ങളിൽ വ്യത്യാസമുണ്ട്. പണ്ടൊരിക്കൽ ഒരാളെ പറ്റി പറഞ്ഞ റോഡിൽ കൂടെ ഒരാൾ നടന്നു സലാം പറഞ്ഞു, ഇയാൾ മടക്കിയില്ല.
ഗോപ്പുള്ള ഭാര്യ ചോദിച്ചത് സലാം അടക്കാതെ അത് ബംഗാളിയല്ലേ. നോക്കി നിങ്ങൾ എത്ര മോശമായ ഒരു വാക്കാണ് പറഞ്ഞത്. സലാം പറഞ്ഞാൽ മടക്കാതിരിക്കാനുള്ള കാരണം എന്താ? അവന് വേറെ ഏതോ നാട്ടിലുള്ളതാണ്. ഒരു ജനതയും മറ്റൊരു ജനതയെ പരിഹസിക്കരുത്. അവർ ഇവരെക്കാൾ ചിലപ്പോൾ നല്ലവരെയും അള്ളാഹുവിന്റെ ഹൈറുകളാണ്. നീ ചിലപ്പോ ഒരാളെങ്ങനെ കാണാൻ അയാൾ പാവം മനുഷ്യൻ, ഹദീസിൽ തന്നെ അങ്ങനെ വന്നതായി കാണാം. പറഞ്ഞു അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അവർ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നത് വളരെ പേരില്ലാത്തവരായിക്കൊണ്ടേ. ഒരാളോട് ചോദിച്ചാൽ അവനെ ആർക്കും അറിയുന്നുണ്ടാവില്ല. അവൻ ആർക്കെങ്കിലും വേണ്ടി ശുപാർശ പറഞ്ഞാൽ ഒരാളോട് ശുപാർശ സ്വീകരിക്കുകയില്ല. അവൻ ഏതെങ്കിലും വാതിൽ മുട്ടിയാൽ അവന് വേണ്ടി ആരും വാതിൽ തുറന്നു കൊടുക്കുകയുമില്ല. പക്ഷേ അള്ളാഹുവിന്റെ മേൽ സത്യം ചെയ്തുകൊണ്ട് അവനൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു അവനെ നടപ്പിലാക്കി കൊടുക്കുന്നതാണ്. അള്ളാഹുവിനാണ് അത്ര ഇഷ്ടം. നീ കാണുമ്പോൾ ഒരു സാധാരണക്കാരനെ അവന്റെ ഇബാദത്തിന്റെ നിസ്കാരത്തെ അവൻ അള്ളാഹുവിന്റെ ബന്ധം നിനക്കറിയില്ല. അതുകൊണ്ട് റോഡിലൂടെ നടന്നു പോകുന്ന ഒരു മുസ്ലിമിനെ നോക്കിയോ നീ എന്ത് വിചാരിക്കരുത്. ഞാൻ ബർക്കാ മെച്ചത്തിലാണ് വിചാരിക്കേണ്ടത്. ഒരു മുസ്ലിമിനെ നോക്കിയിട്ട് നീ അങ്ങനെ ചിന്തിക്കരുത്. ഒരു സാലിഹായ മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വന്തത്തിലേക്ക് നോക്കുമ്പോൾ അവന്റെ കുറവ് കാണുകയും മറ്റെല്ലാവരെക്കാളും താഴെയായിരിക്കും എന്റെ അവസ്ഥ എന്ന് ചിന്തിക്കണമാണ്. പണ്ഡിതന്മാരായ ഉലമാക്കളായ ചിലരുടെ ചരിത്രങ്ങളിൽ കാണാം, അവർ നടത്തിയ ദുആകളിൽ അവർ പറഞ്ഞേക്കണം, അല്ലാഹുവേ എന്റെ തിന്മകൾ കൊണ്ട് ഈ ജനങ്ങൾക്ക് നീ മഴ തടഞ്ഞു വെക്കരുത്. വേറെ കൂട്ടത്തിൽ എന്റെ തിന്മ കൊണ്ടാണ് അദ്ദേഹം ചിന്തിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും മോശം ഞാനാണ്. പണ്ഡിതന്മാരിൽ സ്വാലിഹീൻ, അറിയപ്പെട്ട സ്വാലിഹീങ്ങൾ ചില അങ്ങനെ ദുആ ചെയ്തേക്കാണ്, റബ്ബേ എന്റെ തെറ്റുകൊണ്ട് ഇവർക്കുള്ള മഴ തടഞ്ഞു വെക്കരുത്. അദ്ദേഹത്തിന് പേടി, ഈ കൂട്ടത്തിൽ ഏറ്റവും മോശം ഞാനാണ് അദ്ദേഹം പേടിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആകാശത്ത് നിന്ന് ഒരു മലക്ക് വന്നെത്തിക്കൊണ്ട് പറയുകയാണ്, ഇപ്പോൾ ഭൂമിയിലുള്ള സർവ്വരും സ്വർഗത്തിൽ പോകുന്നവരാണ്, ഒരുത്തനൊഴികെ. എന്തു പറഞ്ഞാൽ ഉമർ പറയാൻ ഞാൻ പേടിക്കുന്നവരാണ്, ആ ഒരുത്തൻ ഞാനായിരിക്കും. ഒരു മലക്ക് വന്നുകൊണ്ട് പറയുകയാണ്, ഇപ്പോൾ ഭൂമിയിലുള്ള സർവ്വരും നരകത്തിൽ പോകുന്നതാണ്, ഒരാൾ മാത്രമേ സ്വർഗത്തിലുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷ വെക്കുന്നതാണ്, ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും, ഞാൻ ആ ഒരുത്തനായിരിക്കും. ഒരു മുഅ്മിനിന്റെ ജീവിതം ഇതിനിടയിലാണ് ഈ പേടിയും ഈ പ്രതീക്ഷയും. അതുകൊണ്ട് മുസ്ലിങ്ങളോട് നസീഹത്തുള്ളവനാകില്ല. എങ്ങനെയെങ്കിലും ഒരുത്തരം തകർക്കാന്നുള്ളതല്ല, എങ്ങനെയെങ്കിലും അവനെ ഹൈറിലേക്ക് എത്തിക്കാന്നുള്ളതായിരിക്കും. ഇത് നന്നായി ചിന്തിക്കണം. കാരണം മുസ്ലിമാണ്. നാളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറഞ്ഞത്, ഒരിക്കൽ അവിടുന്ന് ഹജ്ജിന്റെ വേളയിൽ പറഞ്ഞു, അവിടുന്ന് ചോദിച്ചു, ഈ മാസം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? ഏതാ മാസം? ഹജ്ജിന്റെ മാസം ഏതായിരിക്കും? ദുൽഹിജ്ജ മാസം. എന്താ മാസത്തിന്റെ പ്രത്യേകത? പവിത്രമായ മാസമാണ്. ഈ ദിവസം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? ഏതായിരുന്നു ആ ദിവസം? അറഫന്റെ ദിവസമാണ്. അറഫ ദിവസം. ഈ നാട് ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? എവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടാവാം? അൽ ബലദുൽ ഹറാം, പരിശുദ്ധമായ നാട് മക്ക. അവിടെ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഈ നാടിനുള്ള പവിത്രത പോലെ, ഈ ഭവനത്തിന്, ഈ കഅബക്കുള്ള പവിത്രത പോലെ, ഈ മാസത്തിനുള്ള പവിത്രത പോലെ, ഈ ദിവസത്തിനുള്ള പവിത്രത പോലെ മുസ്ലിമിന് മറ്റൊരു മുസ്ലിം പവിത്രമാണ്. അതുകൊണ്ട് ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, കഅബയെ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, കഅബ ഇതാണ്, ഈ കഅബക്കുള്ളതിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ഒരു മുസ്ലിമിന് പവിത്രതയുണ്ട്. വലിയൊരു കാര്യമാണ്, ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്ലാമിന് മുസ്ലിങ്ങൾക്ക് അള്ളാഹു നൽകിയ പദവി വലുതാണ്. അതുകൊണ്ട് സഹോദര, നീ ഒരാളെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ പോലും, ഒരാളെ ശക്തമായി തിരുത്തുന്നുണ്ടെങ്കിൽ പോലും, നിന്റെ മനസ്സിലൊരിക്കലും അവൻ നശിക്കാൻ വേണ്ടിയിട്ടല്ല, ഹൈറാവാനാണ്. ചിലപ്പോൾ ചില ആൾക്കാരെ തിരുത്തുമ്പോൾ ശക്തമായി തിരുത്തേണ്ടി വരും. ഇത് നസീഹത്താണ്. നിന്റെ മനസ്സൊരിക്കലും അവന് ഷർറ് ആഗ്രഹിച്ചുകൊണ്ടാകരുത് പറയുന്നത്, ഹൈർ ആഗ്രഹിച്ചുകൊണ്ടാകരുത്. ഒരു മുസ്ലിമിന് ഒരിക്കലും ഷർറ് നമ്മൾ ആഗ്രഹിക്കരുത്, ഹൈറെ ആഗ്രഹിക്കാൻ പാടില്ല. എന്തിന്? ഇസ്ലാമിന് പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് ഹൈറാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവർക്ക് വരെ ഹൈർ എത്തണം, ഇസ്ലാമിലേക്ക് അവർ എത്തണം, പരലോകത്ത് അവർ രക്ഷപ്പെടണം.
എന്നായിരിക്കണം അവരോട് വരെ നമുക്ക് ആഗ്രഹമുള്ള ഒരു മുസ്ലിമിനോട് കൂടുതൽ ഗൗരവമുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, കഅബ അതിന്റെ പവിത്രത എത്ര വലുതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരാൾ കഅബയുടെ ഏതെങ്കിലും ഒരു കല്ല് ഇളക്കി മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കും. എത്ര ഗൗരവമുള്ള ചിന്തിക്കാൻ പറ്റുമോ? ഒരു മുസ്ലിമാരാണ് ചെയ്യുന്നത്. അതിനേക്കാൾ പവിത്രമാണ് ഒരു മുസ്ലിമിന്റെ ജീവൻ, അവന്റെ സമ്പത്ത്, അവന്റെ അഭിമാനം. അതുകൊണ്ട് മുസ്ലിങ്ങളോട് നസീഹത്ത് ഉണ്ടാവും. ആരോടൊക്കെയാണ് ഈ നസീഹത്ത് വേണ്ടത്? മുസ്ലിം പൊതുജനങ്ങളോട് നസീഹത്ത് ഉണ്ടാകണം. മുസ്ലിം നേതാക്കന്മാരോട് നസീഹത്ത് ഉണ്ടാകണം. മുസ്ലിം നേതാക്കന്മാർ തന്നെ ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും നേതാക്കന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ, ഭരണാധികാരികൾ, മുസ്ലിമീങ്ങളായ ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരികൾ. ഈ അടുത്ത കാലഘട്ടത്തിൽ അല്ലേ ഇവിടെ യുദ്ധത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എത്രയോ മുസ്ലിങ്ങൾ നാശിക്കട്ടെ. അറബ് രാജ്യങ്ങളെ കുറിച്ച്, ഇസ്ലാമിന്റെ നാടുകളാണിത്. നീ ആർക്കെതിരെ നീ ദ്വാ ചെയ്യുന്നത്? ആര് നശിക്കാൻ വേണ്ടിട്ട് നീ പ്രാർത്ഥിക്കുന്നത്? എങ്ങനെ ഒരു മനുഷ്യന് ഇത്ര മോശം മനസ്സിലാവും? എത്ര മുസ്ലിങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ട്, പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാരായ മനുഷ്യർ. ഇങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് മനുഷ്യൻ എത്താൻ പാടില്ല. ഇങ്ങനെ മുസ്ലിങ്ങളോട് ഇങ്ങനെ ഒരു വെറുപ്പ് നമ്മുടെ മനസ്സിലുണ്ടാവരുത്. ഇസ്ലാമിന്റെ ഭരണാധികാരികളോട് ഇങ്ങനെ വെറുപ്പുണ്ടാവരുത്. ഒരു ഹൈറിലേക്ക് എത്താൻ വേണ്ടി ദുആ ചെയ്യേണ്ടത്. ഇമാം അഹ്മദിനെ പോലുള്ള ചിലർ പറഞ്ഞേക്കണേ, എനിക്കെങ്ങാനും അല്ലാഹു ഉറപ്പായും സ്വീകരിക്കുന്ന ഒരു പ്രാർത്ഥന നൽകിയിരുന്നെങ്കിൽ ഞാനത് മുസ്ലിം ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം അയാൾ നന്നായി കഴിഞ്ഞാൽ ആ നാടൊന്നാകെ നന്നാവും. നമ്മളൊരു ഹൈറിന് ദുആ ചെയ്യും. നശിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാലോ? അവർ നശിച്ചാൽ ആ നാശം ഇസ്ലാമിന് മുസ്ലിമീങ്ങൾക്കുമാണ് ഉണ്ടാവും. അതൊരു നസീഹത്തുള്ള മനുഷ്യന്റെ ചിന്താഗതിയിൽപ്പെട്ടതല്ല. സഹോദരങ്ങൾ, നമ്മുടെ ചുറ്റുപാടുള്ള മുസ്ലിങ്ങളോടൊക്കെ നസീഹത്ത് ഉണ്ടായിരിക്കണം. ഒരു സാധനം വിൽക്കുന്നതിലും വാങ്ങുന്നതിലും വരെ അതുണ്ടായിരിക്കണം. ചില ചരിത്രങ്ങളിൽ പറയപ്പെട്ടതായിരിക്കണം, ഒരിക്കൽ സ്വഹാബികളിലോ അല്ലെങ്കിൽ താബഈങ്ങളിലോ പെട്ട ചിലർ, സ്വഹാബി എന്നെ ഓർമ്മ, ജരീർ ഇബ്നു അബ്ദുല്ലാഹ് അൽ-ബജലി, അദ്ദേഹം ഒരിക്കൽ ഒരു കുതിരയോ മറ്റോ വാങ്ങിച്ചു, ഒരാൾക്ക് വാങ്ങിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ വൃത്തിനെ പറഞ്ഞയച്ചുകൊണ്ടാണ് വാങ്ങിച്ചത്. ഈ കുതിരയെ വാങ്ങിച്ചു കൊടുത്തത് 300 ദീനാർ, 400 ദീനാറിനാണ്. ഈ കുതിരയാകട്ടെ 300 ദീനാറിനേക്കാൾ മികച്ച കുതിരയാണ്. അപ്പൊ അദ്ദേഹം ഇതിന്റെ ഉടമസ്ഥന്റെ അടുത്തേക്ക് തിരിച്ചു ചെന്നിട്ട് പറഞ്ഞു, ഈ കുതിരക്ക് 300-നേക്കാൾ വിലയുണ്ട്, എനിക്ക് ചിലപ്പോൾ അറിയുണ്ടാവും. ഇതിന്റെ മൂല്യം ഇതിനേക്കാൾ കൂടുതൽ 400 ദീനാർ എത്രയാണെങ്കിൽ അതുകൊണ്ട് അദ്ദേഹം അത് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അമറനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിന്നുസ്ഹി ലികുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനോടും ഗുണകാംക്ഷയുള്ളവരാകണമെന്ന് എന്നോട് എന്റെ റസൂൽ കൽപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഒരു മനുഷ്യനോട് കച്ചവടം ചെയ്യുമ്പോൾ ആരെങ്കിലും ചെയ്യാം, കിട്ടിയെന്നുള്ള വിചാരിക്കാൻ. എത്ര ആളുകൾ അങ്ങനെ സ്ഥലത്തിന്റെ കാര്യത്തിലും മറ്റുമൊക്കെ എന്തൊക്കെ വഞ്ചനകൾ കാണിക്കും. എവിടേക്കൊക്കെ എടുത്തുകൊണ്ടെന്ന് എവിടെ കൊണ്ടുപോകാനില്ല. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ ആളുകൾ, അവരോട് നമുക്ക് നസീഹത്തുണ്ട്. നമ്മുടെ ദീനിന്റെ അധികാരാണ് അവർ. നമുക്ക് അവരോടുള്ള ബന്ധം അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ലാ തജിദു ഖൗമൻ യുവാദൂന മൻ ഹാദ്ദ അല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും. നിങ്ങൾക്കൊരു ജനതയെ കാണാൻ സാധിക്കുകയില്ല അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത പുലർത്തുന്നവരോട് സ്നേഹം കാണിക്കുന്നവരെ. അപ്പൊ ഇതിന്റെ നേരെ തിരിച്ചുള്ള മാനന്ദ, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും സ്നേഹം പുലർത്തുന്നവരോട് അവർക്ക് സ്നേഹമുണ്ടായില്ല. വാപ്പയോടും മക്കളോടും അവരോടൊക്കെ ഉണ്ടാകുന്നതിനേക്കാൾ ശക്തമായ സ്നേഹമാണ് ഈ മഹബ്ബ. ഈ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഹുബ്ബ് ചില സമയത്ത് അത് ശക്തമായ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് മനുഷ്യർ ശങ്കിച്ചു പോകുന്ന നിമിഷങ്ങളാണ്. അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ ശക്തി കാരണം ഒരു ബന്ധമില്ല, രക്തബന്ധമില്ല, സാമ്പത്തികമായ നേട്ടങ്ങളില്ല, ഒരു ബന്ധമില്ല. ആകെയുള്ള ബന്ധം അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിലുള്ള ബന്ധം. ആ ബന്ധം ഹദീസിൽ കാണാം.
അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. നമ്മൾ അത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഈമാൻ നമ്മൾ രുചിച്ചിട്ടില്ല. ഈമാനിന്റെ ഏറ്റവും ശക്തമായ കണ്ണി അൽ ഹുബ്ബു ഫില്ലാഹ്, അല്ലാഹുവിന്റെ പേരിലുള്ള ഇഷ്ടമാണ്. വൽ ബുഗ്ദു ഫില്ലാഹ്, അല്ലാഹുവിന്റെ പേരിലുള്ള വെറുപ്പാണ്. അവിടുന്ന് പറഞ്ഞു മൻ അഹബ്ബ ലില്ലാഹ് വകരിഹ ലില്ലാഹ് വഅഅത ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മല ഈമാൻ. ആരെങ്കിലും അല്ലാഹുവിന്റെ പേരിൽ സ്നേഹിക്കുകയും അല്ലാഹുവിന്റെ പേരിൽ വെറുക്കുകയും അല്ലാഹുവിന്റെ പേരിൽ നൽകുകയും അല്ലാഹുവിന്റെ പേരിൽ തടഞ്ഞു വെക്കുകയും ചെയ്താൽ അവൻ ഈമാൻ പൂർത്തീകരിച്ചിരിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇത് നമുക്ക് നഷ്ടമായിട്ട് കുറച്ച് കാലമായി. നമ്മൾ പല വളയങ്ങൾക്കിടയിലാണ്, പല അതിരുകൾക്കിടയിലാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് പല ഒരർത്ഥവുമില്ലാത്തത്. യാതൊരു ആദർശമോ എന്തെങ്കിലും ഒരു ആശയപരമായ ഭിന്നതയോ അല്ല പലതിന്റെയും പിറകിലുള്ള കാരണം. ഒരു കാരണം അല്ലാഹു റസൂൽ ഒരു കാരണം ഇറക്കാത്ത ചിലതില്ല. ബിദ്അത്ത് ചെയ്യുന്നു എന്നുള്ളത് ഒന്നും ഇരിക്കില്ല. പലപ്പോഴും കാരണം ഞാൻ പറഞ്ഞ പറ്റും അനുസരിക്കുന്നുണ്ടാകുന്നതാണ്. ഇസ്ലാമിനോട് മുസ്ലിങ്ങളുടെ സ്നേഹം ഉണ്ടായിരിക്കണം, നസീഹത്ത് ഉണ്ടായിരിക്കണം. അവർ നമ്മളോട് അതിക്രമം ചെയ്താൽ വരെ, കാരണം അല്ലാഹുവിന്റെ ദീനിന്റെ അഹ്ലുകാരൻ. നാളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിക്കുന്ന വേളയിൽ അവിടുന്ന് തന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരുത്തനെ നീ ഉപദ്രവിച്ചു എന്ന ആക്ഷേപം നിനക്കെതിരെ പറയരുത്. അങ്ങനെ നീ ചെയ്യാറ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങേയറ്റം തന്റെ ഉമ്മത്തിനെ സ്നേഹിച്ചിരുന്നു. അപ്പൊ ആ സ്നേഹത്തിന് ഇത് പറയുമ്പോൾ നിങ്ങൾ വേറെ കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ സ്നേഹത്തിന്റെ ഭാഗമാണ് ഒരുത്തൻ വലിയ കടുത്ത ബിദ്അത്തുകാരനാണെങ്കിൽ അവനോട് വെറുപ്പ് കാണിക്കാറുണ്ട്. ഇസ്ലാമിനോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ്. ഇവനെ ചില പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരു ബിദ്അത്തുകാരനായ ഒരുത്തന്റെ അടുത്തേക്ക് നടന്നുപോയാൽ അവനെ പരിഗണിച്ചാൽ ഇസ്ലാമിന്റെ തകർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ? ഇവനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഇവന്റെ പുറകെ പോകും, അവസാനം ഇസ്ലാം തകർന്നു പോകും. ഇത് അതിന്റെ ഇടയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനെ കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞു നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യമാണ്. ഇസ്ലാമിന്റെ പേരിലുള്ള സ്നേഹം എന്നത്, അതിന്റെ പേരിലുള്ള നസീഹത്ത് എന്നത്, ഒരുത്തൻ ഖൈറിലേക്ക് എത്താനുള്ള ആഗ്രഹം. പലപ്പോഴും ഇന്ന് എങ്ങനെയാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കുന്നത്? ഒരുത്തൻ അവന്റെ ഗ്രൂപ്പിൽ പെട്ടതല്ലെങ്കിൽ അവനൊരു തെറ്റ് സംഭവിച്ചാൽ എന്തൊരു ആഹ്ലാദമാണ്, എന്തൊരു സന്തോഷം. അത് നമുക്ക് ഉണ്ടാവില്ല. അത് ഏത് ആളാണെങ്കിലും മറ്റൊരുത്തിന് തെറ്റ് പണിയുമ്പോൾ അവൻ കൂടുതൽ പിടക്കുമ്പോൾ സന്തോഷിക്കുക എന്നതുണ്ടാകില്ല. അവൻ തിരുത്താനുള്ള വഴി കാണിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നതാണ് സഹോദരങ്ങളെ വേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. കാരണം നമുക്കിടയിലുള്ള പല ഭിന്നിപ്പുകളും വലിയ പ്രശ്നങ്ങൾ ഇസ്ലാമിന്റെ മുസ്ലിങ്ങൾക്ക് അനുഭവിക്കുന്ന പ്രയാസം വളരെ വലുതാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബനൂ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ ഒരു അൻസാരിയും ഒരു മുഹാജിറും തമ്മിൽ ഒരു കശവിഷയമുണ്ട്. അപ്പൊ ഈ മുഹാജിറായ മനുഷ്യൻ അദ്ദേഹം മുഹാജിരിങ്ങളെ എല്ലാവരും വരും പറഞ്ഞു. ഈ അൻസാരി പറഞ്ഞു അൻസാരികളെ നിങ്ങൾ വരൂ എന്ന് പറഞ്ഞു. രണ്ടുപേരും മുഹാജിറുകളുടെ സ്ഥലത്തും അൻസാറുകൾ വേറെ സ്ഥലത്ത്. എന്താ അവർ വിളിച്ചത്? അവർ പേര് വിളിച്ചത് എന്താ? മുഹാജിറിനാണ്, അൻസാറിനാണ്. ഖുർആനിൽ അള്ളാഹു പുകഴ്ത്തി പറഞ്ഞ പേരാണ് അല്ലെ? ആ പേര് അള്ളാഹു അംഗീകരിച്ചു കൊടുത്ത പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടുകൊണ്ട് ദേഷ്യത്തിൽ അവിടേക്ക് ഇറങ്ങി വന്നു. അവിടുന്ന് പറഞ്ഞു ഈ ജാഹിലിയ്യത്തിന്റെ പോർവിളികൾ എന്റെ ഇടയിൽ വെച്ചാണ്, എന്റെ മുന്നിൽ വെച്ചാണോ നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നത്? എന്താ വിളിച്ചത്? മുഹാജിറിനെ വിളിച്ചത്, അൻസാരിനെ വിളിച്ചത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പറഞ്ഞതല്ല, ഇത് ജാഹിലിയ്യത്താണ്, മുശ്രിക്കുകളുടെ സ്വഭാവമാണെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പിന് വേണ്ടി ആ പേര് ഉപയോഗപ്പെടുത്തപ്പെട്ടപ്പോൾ ആ പേര് തന്നെ മോശമായി പോയി. അതിനുവേണ്ടി ഇത് ഉപയോഗിക്കാൻ പാടില്ല. മുസ്ലിങ്ങളുടെ ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല. പറയുമ്പോൾ ഖുർആനിൽ അല്ലാഹ് എടുത്തു പറഞ്ഞൊരു പേരാണ്. എന്നിട്ട് വരെ അത് ഭിന്നിപ്പിന് കാരണമായപ്പോൾ അവിടുന്ന് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ത് പേരുകളാകട്ടെ ഇതൊന്നും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതല്ല.
മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് വേറിട്ട് നിന്ന് ഒരു കക്ഷിയായി മാറാനല്ല. പിന്നെ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹിന്റെ ഹദീസും സഹാബികൾ മനസ്സിലാക്കുന്നത് പോലെ ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ. അതാണ് അതിന്റെ ഉദ്ദേശം. ഓരോ ഉദ്ദേശത്തിലേക്ക് പേരൊരിക്കലും എന്താവാൻ പാടില്ല, ഗ്രൂപ്പ് ആവാനല്ല പേര്. മറിച്ച് നമ്മൾ ദീൻ പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് എങ്ങനെ? അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ഇതെങ്ങനെ പ്രവർത്തിക്കും, അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. അതിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതല്ലാതെ ഒരിക്കലും ഒരു പ്രത്യേക കക്ഷിയായി വേറിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിൽ എന്തുണ്ടാക്കാൻ, കക്ഷിത്വം ഉണ്ടാക്കാൻ പാടില്ല. വ്യക്തികളുടെ പേരിൽ, സംഘടനകളുടെ പേരിൽ, സംഘങ്ങളുടെ പേരിൽ കക്ഷികൾ നമ്മൾ ഇത് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ എല്ലാ ഭംഗിയും ഇല്ലാതെയാക്കിയിട്ടുണ്ട്. അല്ലാഹു ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെടും. നിങ്ങളുടെ സുഗന്ധമില്ലാതെയാണ്. അപ്പൊ എന്താ അതിനുള്ള വഴി പരിഹരിക്കും? അള്ളാന്റെ ദീനിലേക്ക് നമ്മൾ എല്ലാവരും കൂടി മടങ്ങുക. നമ്മൾ എല്ലാവരും ദീനിലേക്ക് മടങ്ങും. എല്ലാ മുസ്ലിമീങ്ങളെ ആ ഹൈറിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. അതായിരിക്കും നമ്മുടെ ലക്ഷ്യം. നമ്മളവർ അംഗീകരിക്കട്ടെ, അംഗീകരിക്കാതിരിക്കട്ടെ, നമ്മളെ നല്ലത് പറയട്ടെ, നല്ലത് പറയട്ടെ. അള്ളാഹുവിന്റെ ദീനാണ് നമുക്ക് ഏറ്റവും പ്രധാനമാണ്. സഹോദരങ്ങൾ അങ്ങനെ ആയിരിക്കണം. നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ റബ്ബും നമ്മുടെ റസൂലും സല്ലല്ലാഹു നമ്മുടെ ദീനും ഖുർആനും സുന്നത്തും അതാണ് ഏറ്റവും വലുത്. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ അതിന്റെ അഹലുകാരായിരിക്കണം. പരലോകത്തേക്ക് ചെന്നെത്തുമ്പോൾ അതായിരിക്കണം നമ്മുടെ കൈകളിലുള്ള വിഭവം. അത് നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദിൽ കൂടിയ ആളുകൾക്ക് ഇത് സംഘടിപ്പിച്ച സഹോദരങ്ങൾക്കും എല്ലാം അല്ലാഹു ഏറ്റവും നല്ല പ്രതിഫലം നൽകി പറയട്ടെ. ഖൈറിന്റെ വഴികൾ അല്ലാഹു നമുക്ക് കൂടുതൽ തുറന്നു നൽകുകയും ആ മാർഗങ്ങൾ പരലോകത്തേക്ക് ഉപകരിക്കുന്ന വഴികളാക്കി അല്ലാഹു സ്വീകരിച്ചു പറയട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا. اللهم ارنا الحق حقا وارزقنا اتباعه وارنا الباطل باطلا وارزقنا اجتنابه. اللهم اصلح لنا ديننا الذي هو عصمه امرنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا اخرتنا التي فيها معادنا. واجعل الحياه زياده لنا في كل خير واجعل الموت راحة لنا من كل شر. اللهم اصلح احوال المسلمين. اللهم اصلح احوال المسلمين. اللهم اجمع كلمة المسلمين على الحق يا ارحم الراحمين. اللهم اجمع كلمة المسلمين على الحق يا ارحم الراحمين. اللهم اجمع كلمة المسلمين على الحق يا ارحم الراحمين. اللهم بارك لنا فيما اعطيتنا. اللهم اهدنا فيمن هديتنا. اللهم تولنا فيمن توليتنا. اللهم تولنا فيما توليت. بارك لنا فيما أعطيت وقنا شر ما قضيت. إنك تقضي ولا يقضى عليك. إنه لا يذل من واليت ولا يعز من عاديت. اللهم ربنا تقبل منا إنك أنت السميع العليم. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم